കാണിക്കാൻ വരുമ്പോൾ പലപ്പോഴും പ്രായമായ ആൾക്കാർ ഒ പിയിൽ വരുമ്പം ഏറ്റവും കൂടുതൽ ആളുകളുടെ പ്രയാസം നടക്കാൻ പറ്റണില്ല. പഴയ പോലെ നടക്കാനും തയ്യാത്തിരിക്കാനും മടക്കിയിരിക്കാനൊന്നും പറ്റണില്ല. ഒരു 70 വയസ്സായ ഏതൊരാളുടെയും പ്രശ്നം അതാണ്. കുറച്ചും കൂടിയൊക്കെ ഒരായുസ് കിട്ടി 80 ആയാൽ മൂത്രം അറിയാതെ പോവുകയാണ്. പൈപ്പിടണം. ആ പൈപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ? ഒരു 90 ആകുമ്പോഴത്തിന് ഓർമ്മക്കുറവാണ്, മറവിയാണ്, ഒരന്തം കുന്തം ഇല്ലാണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെങ്ങനെയാണോ ജീവിതം തുടങ്ങിയത് ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ച് അള്ളാഹു കൊണ്ടുവരികയാണ് അല്ലേ? നമ്മൾ കുറേ നടക്കാൻ വയ്യാതെ നടന്ന് പഠിച്ചതാണ്. നമ്മൾ കുറേ കാലം പാമ്പേഴ്സ് കിട്ടി എല്ലായിടത്തും മൂത്രമൊക്കെ ഒഴിച്ച് നടന്നതാണ്. പാമ്പേഴ്സൊക്കെ ഇപ്പോഴത്തെ തലമുറയാണ്. അവിടെ നമ്മളെ കാലത്തൊന്നും അങ്ങനെ പാമ്പേഴ്സൊന്നുമില്ല. ആണ് മൂത്രം ഒഴിക്കലാണ്. നിസ്കാരപ്പായിലൊക്കെ മൂത്രം ഒഴിക്കും. അപ്പോൾ ആ കാലം കഴിഞ്ഞ് പിന്നെ നമുക്ക് മൂത്രമൊഴിക്കാണ്ടായി. പിന്നെ നമ്മൾ സ്വന്തമായി മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞ് അതൊക്കെ വീണ്ടും ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്പറേഷൻ നിർബന്ധമാണ്. കുടലിറക്കോ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഉണ്ടാവും, ഒരു സർജറി വേണ്ടി വരും. 70 വയസ്സ് രക്ഷപ്പെട്ടോ ഒരു ക്യാൻസർ നിർബന്ധമാണ്. 80 വയസ്സായ ഒരാളൊക്കെ ഉണ്ട് എന്നാൾ. അപ്പോൾ 2 ക്യാൻസർ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് നിൽക്കണം. അപ്പോൾ അതും ജയിച്ചിങ്ങനെ നിൽക്കണം. ഇപ്പോൾ നോട്ട് ഔട്ടായിട്ട്. അപ്പോൾ ഒരു പ്രായം കൂടുന്നതിനനുസരിച്ച് ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ അറിയുമ്പോഴാണ് ഇത്രയും കാലം ഒരു പ്രയാസമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിച്ച് നിലനിർത്തിയതിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ വലുപ്പം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. എത്ര തന്നെ നമ്മൾ പകരം ചെയ്താലും അത് പകരം മതിയാകൂല എന്നാണ്. ഇപ്പം ഞാൻ പരിചയമുള്ളൊരു ഡോക്ടർ, അദ്ദേഹം ഹൃദയവും ശ്വാസകോശം കൂടി മാറ്റിവെച്ചൊക്കെ അമേരിക്കയിൽ പോയിട്ട് ഹൃദയം ശ്വാസകോശം 79 വയസ്സിൽ ഏകദേശം ഇന്ത്യൻ്റെ ഒരു 30 കോടി ഉറുപ്പ്യ ചിലവാകും. അപ്പോൾ ഈ ഒരായുസിൽ ചിലപ്പോൾ അത്ര പൈസ ഉണ്ടാക്കിയണമെന്നൊക്കെ ആലോചിച്ചിട്ട് എത്തുമ്പോൾ കിട്ടില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു അവസാനം ഘട്ടത്തിൽ അത്രയും പൈസ ചിലവാക്കാൻ ഒരാൾ തയ്യാറാണ്. ഒരു ദിവസം ശ്വാസം മുട്ടലില്ലാതെ ജീവിക്കാൻ, ഒരു ദിവസം ഒരു പ്രയാസമില്ലാതെ ജീവിക്കാൻ ആളുകൾ അത്രയും പൈസ ചിലവാക്കാൻ തയ്യാറാണ്. അപ്പോൾ എത്രയോ അനുഗ്രഹങ്ങൾ, നമ്മൾ കണക്കാക്കാനാവാത്ത അനുഗ്രഹങ്ങളാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യുപകാരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തേ ആവശ്യപ്പെട്ടുള്ളൂ? അള്ളാഹുവിന് നന്ദി കാണിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ പ്രസാദം കൊണ്ടേ കൊടുക്കണ്ട, എന്തെങ്കിലും നേർച്ചേരേണ്ട ആവശ്യമില്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുക. അപ്പം നമ്മൾ വിചാരിച്ച് കുറേ നിസ്കരിക്കുക, നോമ്പൊലിക്കുക, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, അത് മാത്രമാണോ ആരാധന? അല്ല സഹോദരങ്ങളെ. തൻ്റെ സഹോദരനോട് പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്കിപ്പോൾ ഒരാളങ്ങനെ നടന്നു പോകുമ്പോൾ തല താത്തി നടന്നു പോകാം. ഒരാളെ കാണുമ്പോൾ അയാൾക്ക് സലാം ചെല്ലാം, അയാളോട് ചിരിക്കാം. ഇതിനൊക്കെ എത്ര വലിയ പ്രതിഫലമാണ് കിട്ടുന്നത് നിങ്ങൾ അയച്ചു. ഒരിക്കലൊരു സുഹൃത്ത് പറഞ്ഞു, ഈ സുബഹിസ്കരിച്ച് കണ്ട് പള്ളിക്കുന്ന് ആൾക്കാർ പോകുമ്പം ഓരോരുത്തർ ദിക്റും ദുആക്കായിട്ട് ഇങ്ങനെ പള്ളിക്ക് ഇരിക്കായിരിക്കും അല്ലോ. അപ്പോൾ ബേം നീച്ചു പോകണോലുണ്ടാവും, തിരക്കുള്ളവർ. ഓരോരുത്തർ പോകുമ്പോഴും സലാം പറയും. അപ്പോൾ ഒരിക്കൽ സുഹൃത്തിനോട് പറഞ്ഞു, ഇതിങ്ങനെ എല്ലാവരും സലാം അടക്കാൻ നിന്നാൽ നമ്മളെ ദിക്റും ഒന്നും നടക്കില്ല. എത്തപ്പത് പള്ളിക്കുന്ന് ഇങ്ങനെ ഓരോരുത്തരും നീച്ചു പോകുമ്പോണൊക്കെ പാൽക്കത്തിരുത്തി അസ്സലാമു അലൈക്കും ഞാൻ പറയും.
അവിടെ കുത്തിരുന്ന് ദിക്റുള്ളവനൊരു ഇടങ്ങേറ്. അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ മറുപടി പറയണോ, എല്ലാ സലാമും നമ്മൾ മടക്കണമെന്നാണ്. സഹോദരങ്ങളെ, ഇതൊരു നിർബന്ധ ബാധ്യത എന്നതിനപ്പുറം അയാൾ പറയണത് എന്താണ്? നമ്മളവിടെ കുത്തിരുന്ന് ചോദിക്കണത് തന്നെയാണ് അയാൾ പറയണത്, അല്ലേ? നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്. അതിനല്ല ഇപ്പം നമ്മളോട് കുത്തിരുന്ന് ചോദിക്കണത്. ഒരു സഹാബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹം നബിൻ്റെ കൂടെ ഇശാ നിസ്കരിക്കും, ജമാഅത്ത് മസ്ജിദുൻ നബവിയിൽ വെച്ച്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് പോകും, കബീലയിലേക്ക് പോകും. അങ്ങനെ ഗോത്രക്കാർ, ഓരോ താഴ്വരകളിൽ ഓരോ ഗോത്രക്കാർ താമസിക്കുക ചെയ്യാം. അപ്പോൾ അവിടെ ചെറിയ പള്ളിയുണ്ട്. മൂപ്പർ അവിടെ പോയിട്ട് അവിടെ ഇമാം വെക്കും. ഇവിടെ നബിൻ്റെ മഅ്മൂമായി നിന്നിട്ട് കബീലയിൽ പോയിട്ട് കബീലയിലെ പള്ളിക്ക് എന്ത് ചെയ്യും, ഇശാക്ക് ഇമാമായി നിൽക്കും. അപ്പോൾ മൂപ്പരെ നിസ്കാരത്തിന് എന്ത് ചെയ്യില്ല, ഒരാൾ സ്ഥിരമായിട്ട് വരലില്ല. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് മൂപ്പർക്കൊരു സംശയം, എന്താ ഇപ്പോൾ നിസ്കാരത്തിന് വരാത്ത ആളെ പറ്റി ഒരു മുനാഫിക്കായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ നബിനോട് പരാതി പറഞ്ഞു. അപ്പോൾ നബി അദ്ദേഹത്തെ വിളിപ്പിച്ചു എന്നാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ നബി, അപ്പോൾ മൂപ്പർ കുറേ നല്ല നിസ്കാരത്തിൽ നല്ല നീട്ടി ഓതും, സുജൂദും റുക്കുവൊക്കെ നല്ല നീളമുണ്ടാവും. അപ്പോൾ അത്രയൊന്നും ആർക്ക് വൈജാം, ഇയാൾക്ക് താല്പര്യമില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത്രയൊക്കെ റുക്കൂലും സുജൂദിലും പറയാനുള്ളതെന്നാണ് മൂപ്പർ ചോദിക്കുന്നത്. അപ്പോൾ അത് പ്രാർത്ഥനയാണ്. മൂപ്പര് റുക്കൂലും സുജൂദിലും സ്വർഗം ചോദിക്കുക മാത്രമേ ഉള്ളൂ. സ്വർഗം ചോദിക്കും, നരകത്തെ തൊട്ട് കാവലിനെ തേടും. അപ്പോൾ മുആദ് റളിയല്ലാഹു പറഞ്ഞു, നമ്മളും അതുതന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആ സഹാബിനെ പറ്റി, ആ സഹാബി അവസാന യുദ്ധത്തിൽ ഷഹീദാകാണ് ചെയ്തത്. അയാൾ അള്ളാഹുവിനോടും റസൂലിനോടും കൂറുള്ളവനാണെന്ന് അയാൾ മുആദിനെ ആ ഷഹീദായ മരണം കൊണ്ട് ബോധ്യപ്പെടുത്തി എന്നാണ്. ഞങ്ങൾ പറഞ്ഞതെന്താ വെച്ചാൽ, എന്താണോ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ നിരന്തരം പ്രാർത്ഥിച്ചു ദിക്റും ഇതൊക്കെ ചൊല്ലി നമ്മൾ നേടേണ്ടത് എന്താണ്? ആ സ്വർഗം തന്നെയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. കാരണം സ്വർഗം ഒരിക്കലും നമ്മൾ ചെയ്ത നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ സ്വതക്ക കൊണ്ടോ കിട്ടുന്ന ഒരു സാധനമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയുന്നുണ്ട്, നിങ്ങളിലൊരാൾക്കും സ്വർഗം കിട്ടൂല നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് എന്നാണ്. അപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ് നബിനോട്, അല്ല റസൂലേ നിങ്ങൾക്ക് കിട്ടുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? നബിനോടാണ് ചോദിക്കുന്നത്. നബി ആരാണ് സഹോദരങ്ങളെ? രാത്രി മുഴുവൻ ദീർഘമായി നിന്ന് നമസ്കരിക്കുന്ന പ്രവാചകൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ ഒരു 10-60 വയസ്സുള്ള നമ്മളെ വല്യാപ്പാനെ അല്ലെ വാപ്പാനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, നേരം വെളുക്കോളം നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ കാൽമലൊക്കെ നീര് വന്ന് സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും ഒക്കെ ഓതിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കരിക്കുന്നത്, ദീർഘമായി നിസ്കരിക്കാൻ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഉമർ ബിൻ ഖത്താബ് പറയുന്നത് കേട്ടാം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ റൂമിൽ വീട്ടിൽ ചെന്നപ്പം അവിടെ ഒരു നല്ല ഈത്തപ്പഴം പോലും ഇല്ല എന്നാണ്. കുറച്ച് ബാർലി മാത്രമാണ് ആ വീട്ടിലുള്ളത്. എത്രയോ ദിവസങ്ങൾ താഴ്ന്ന തരം കാരക്ക തിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ് ഒട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിട്ടുണ്ടെന്നാണ്. ഖന്തക്കിൻ്റെ യുദ്ധത്തിൽ സഹാബത്ത് വന്ന് നബിനോട് പരാതി പറയാണ്, വിശന്നിട്ട്, വിശപ്പുണ്ട്. എന്താണ്? ഒരു തുണി പൊക്കി കാണിച്ചു കൊടുക്കുകയാണ് സഹാബി. പള്ളൻ്റെ അവിടെ ഒരു കല്ല് കെട്ടി വെച്ചിട്ടാണ് ആ കിടങ്ങ് കുത്തുന്നത്. അള്ളാൻ്റെ റസൂലിന് ഒന്നും പറയാല്ല. അള്ളാൻ്റെ റസൂലിൻ്റെ വയറ് കാണിച്ചു കൊടുക്കണം. അവിടെ 2 കല്ലാണ് കെട്ടി വെച്ചിരിക്കുന്നത്, ഒന്നല്ല 2 കല്ല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങി എഴുന്നേറ്റ് പോയപ്പം പുറത്തുള്ള പരുക്കൻ ഈത്തപ്പനയുടെ മുടഞ്ഞ മട്ടൽ കൊണ്ടുള്ള ആ മെത്തയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നിരുന്നത്. അതിൻ്റെ പാട് പുറത്തിങ്ങനെ കാണാം. ഇപ്പം കാണൂല. പണ്ടൊക്കെ നമ്മൾ പായി കടന്ന് നീച്ചാണ്ടാവും, പായിൻ്റെ അടയാളം പുറത്തിങ്ങനെ കാണാം. അപ്പോൾ ആരും പായി കിടക്കാത്തതുകൊണ്ട് കാണാൻ സാധ്യതയല്ല. അപ്പോൾ അതിനേക്കാൾ കടുത്തതാണ് ഈത്തപ്പനൻ്റെ മടലിൻ്റെ പായി. ആ പായെ കടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് പാട് കണ്ടിട്ട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, പേർഷ്യയുടെയും റോമൻ്റെയൊക്കെ രാജാക്കന്മാർ കിടക്കണ മെത്ത അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങനത്തെ ഒരു മെത്ത ഞങ്ങൾക്ക് വലിയ സോഫ്റ്റായൊരു മെത്ത ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണ്ടേന്ന്. ഞാനും ഈ ദുനിയാവും എന്ത് ബന്ധമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ആ പ്രവാചകനാണ് ആലോചിക്കേണ്ടത്. ആ പ്രവാചകൻ പറയണെന്ത്? കാൽമ നീര് വരുവോളം നിന്ന് നമസ്കരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടത്തോടെ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, അല്ല റസൂലേ, ചെയ്തതും ചെയ്താനിരിക്കുന്നതുമായ സകല പാപങ്ങളും പുറത്തു തന്ന വ്യക്തിയാണ് താങ്കൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്?
അഫല അബ്ദൻ ഷക്കൂറൻ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ട ആയിഷ എന്നാ ചോദിച്ചത്. ആ പ്രവാചകനോടാണ് സഹാബത്ത് ചോദിക്കുന്നത്, താങ്കൾ പോലും താങ്കളുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂല പ്രവാചകരെ ചോദിച്ചപ്പം ഇല്ല എന്നാണ്. ഞാൻ പോലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ എന്നാണ്. അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്നത്. അല്ല നമ്മളെ 4 നിസ്കാരം കൊണ്ടും 4 സ്വതക്കൊടുത്തോണ്ട് 10 റുപ്യ എടുത്തുകൊണ്ടൊന്നും നമ്മൾ സ്വർഗത്ത് പോകും വിചാരിച്ചല്ല. ആ കാരുണ്യമാണ് ഒരാൾ സലാം പറയുമ്പോൾ തരുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യം താങ്കളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണ ഒരു സലാം എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായി കാണരുത്. അതിന് മലക്കുകൾ ആമീൻ പറഞ്ഞാൽ ആ ദുആയെങ്ങാനും അള്ളാഹു സ്വീകരിച്ചാൽ അതിൻ്റെ റിസൾട്ട് എത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ട് ഒരാൾ സലാം പറയുമ്പം അതിലൊരു വിഷമം തോന്നേണ്ടതില്ല. എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞാണ്, ഇങ്ങനെ എല്ലാവരും പള്ളിക്കൊന്ന് സുബഹിസ്കരിച്ച് പോകുമ്പോൾ എല്ലാവരും സലാം പറഞ്ഞ് മര്യാദയ്ക്ക് ദിക്റ് എല്ലാം പറ്റലില്ല എന്ന്. കാരണം ഓരോരുത്തരും ഇങ്ങനെ നീച്ചു പോകുമ്പോൾ ഓനൊക്കെ സലാം പറയും. അപ്പോൾ അതിലൊരു അസ്വസ്ഥതയും തോന്നേണ്ട ആവശ്യമില്ല. അതൊക്കെ കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അത് സന്തോഷത്തോടെ സലാം അടക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിലും ദീനിൻ്റെ ഒരു കാര്യത്തിലും നമുക്ക് ഒരു അസ്വസ്ഥതയും തോന്നേണ്ടതില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ ഒരിക്കലും നിരാകരിക്കില്ല. ഇപ്പോൾ ദുനിയാവിലൊരു 10 പൈസ ഉണ്ടാക്കണതോ ദുനിയാവിലിപ്പോൾ നല്ലൊരു തുണി കുപ്പായിട്ട് നടക്കണതോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അതിനെയൊന്നും ഇസ്ലാം ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ദുനിയാവ് നമ്മുടെ ആഖിറം നഷ്ടപ്പെടുന്ന തലത്തിലേക്ക് പോകുന്നൊരവസ്ഥയെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ദുനിയാവ് ഉണ്ടാക്കണമെന്നും ദുനിയാവിന് വേണ്ടി പണിയെടുക്കണമെന്നൊന്നും ഇവിടെ ഒരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ മനുഷ്യൻ്റെ മനസ്സിൽ രൂഢമൂലമായ കുറേ വികാരങ്ങളാണ്. 4 പൈസ ഉണ്ടാക്കണം, നല്ല തുണി കുപ്പായിടണം, നല്ല ഭക്ഷണം കഴിക്കണം, അതിനൊന്നും ഇപ്പോൾ ഇവിടെ ആളുമൊന്നും വയറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ദുനിയാവ് കാരണം ആഖിറത്ത് നഷ്ടപ്പെടുന്നൊരവസ്ഥ സൂറത്തുൽ ഖസസിൽ ഖാറൂനോട് അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ്ദുനിയ. അള്ളാഹു നൽകിയ ദുനിയാവ് ആഖിറത്തിലെ കാര്യങ്ങൾ നീ ആഗ്രഹിക്കുന്നതാണ്. അള്ളാഹു നൽകുന്ന ആഖിറത്തിൽ ഒരുക്കി വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ആഗ്രഹിക്കുകയും പണിയെടുക്കുകയും ചെയ്യേണ്ടത്. ദുനിയാവിൻ്റെ ഓരി മറക്കും വേണ്ട അല്ലേ? അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം സ്വർഗത്തിലെ ഏറ്റവും കോടീശ്വരനായ സഹാബികളിലൊരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എല്ലാം ഉപേക്ഷിച്ച് അല്ലേ, മക്കയിലെ വലിയ കച്ചവടക്കാരനായിരുന്നു. പക്ഷേ ഹിജറ പോകണമെങ്കിൽ അതൊക്കെ അവിടെ ഉപേക്ഷിച്ച് വെറും കയ്യോടെ മദീനയിലേക്ക് വന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുഹാജിറുകൾക്കൊക്കെ ഒരു അൻസാരി ഇണയുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ നോക്കാനും താമസിക്കാനും ഒക്കെ. സഅദ് ഇബ്നു റബിയ റളിയല്ലാഹു അൻഹു അൻസാരിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് 2 തോട്ടങ്ങളുണ്ട്, 2 ഭാര്യമാരുണ്ട്. അപ്പോൾ നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു തോട്ടം എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വേണ്ടി തരാം എന്നാണ്. പക്ഷെ ഒന്നും അദ്ദേഹം എന്തില്ല സ്വീകരിച്ചില്ല എന്നാണ്. മാർക്കറ്റ് എവിടെയെന്ന് വെച്ചാൽ ഈ കച്ചവടം ചെയ്യാൻ പറ്റിയൊരു മാർക്കറ്റ് എനിക്ക് കാണിച്ചു തന്നാൽ മതി എന്നാണ്. അങ്ങനെ അദ്ദേഹം ആ മാർക്കറ്റിലിറങ്ങി കച്ചവടം ആരംഭിച്ചു എന്നാണ്. അങ്ങനെ വലിയ സമ്പന്നനായി, വളരെ പെട്ടെന്ന് സമ്പന്നനായി മാറുകയാണ് ചെയ്തത്. എത്രത്തോളം എന്ന് വെച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മദീനയിലൂടെ ഒരിക്കൽ 700 ഒട്ടകങ്ങളുടെ മേലെ ഈ കച്ചവട വസ്തുക്കളുമായിട്ട് 700 ഒട്ടകങ്ങൾ എന്താണ് മദീനയുടെ അങ്ങനെ കടന്നു പോണ ഒരു കാരവൻ കടന്നു പോണ ശബ്ദം കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ വൃത്തിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്രയും വലിയ ഒരു കാരവൻ യാത്രാ സംഘം ആരുടേതാണെന്ന് ചോദിക്കണ്ട. അപ്പോൾ ആ സ്ത്രീ വന്നിട്ട് നോക്കിയിട്ട് പുറത്ത് വന്നിട്ട് പറഞ്ഞ്, അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ 700 ഒട്ടകങ്ങളും അതിൻ്റെ മുകളിലുള്ള കച്ചവട വസ്തുക്കളും മദീനയിലൂടെ കടന്നു പോണ സൗണ്ടാണ് കേൾക്കണമെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു, റഅയ്തു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ യദ്ഖുലുൽ ജന്നത ഹബുവൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആരറിയാം നിങ്ങൾക്ക്? അഷറുൽ മുബശ്ശിരീനാണ്. 10 പേർക്ക് സ്വർഗം കൊണ്ട് അല്ലാഹു ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷ വാർത്ത പറയുന്നുണ്ട്. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, അബ്ദുറഹ്മാൻ ബിൻ ഫിൽ ജന്ന. അങ്ങനെ നബി ഒരു 10 ആളെ പേരെടുത്തിട്ട് സ്വർഗത്തിലാണെന്ന് പറഞ്ഞ് 10 ആളിൽപ്പെട്ട ആളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദേഹം സ്വർഗത്തിൽ
ഇഴഞ്ഞിട്ടാണ് കീറുന്നത് ലാസ്റ്റ്. കാരണം അത്രയും സമ്പത്ത് കൈകാര്യം ചെയ്തതുകൊണ്ട്. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണത്. അപ്പോൾ ആ ഹദീസാണ് ആ അവസരത്തിൽ ആയിഷ ബീവി ഉദ്ധരിച്ചത്. ആ വിവരം അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ ചെവിയിലെത്തി എന്നാണ്. കാരണം സമ്പത്ത് കാരണം സ്വർഗത്തിൽ ഇഴഞ്ഞാണ് പ്രവേശിക്കുന്നത്. അത്രയും വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു. ആ വർത്താനം കേട്ട ഉടനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്താ ചെയ്ത നിങ്ങൾ? ആ 700 ഒട്ടകങ്ങളും അതിൻ്റെ മുകളിലുള്ള കച്ചവട വസ്തുക്കളും മദീനയിലെ പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ടാണ് കൊടുത്തേക്കാണ്. ഫ്രീ ആയിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് അവരുടെ സമ്പത്തല്ല, അവരുടെ മനസ്സാണ്. എന്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ അവർ കാണിച്ചൊരു മനസ്സുണ്ട്. അതുകൊണ്ടാണ് അവർ റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ പറയണത്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് പറ്റുമോ സഹോദരങ്ങളെ? നിങ്ങൾക്ക് പറ്റുമോ? 700 ലോഡ് അരി നിങ്ങളതായിട്ട് വരുന്നുണ്ട് പറഞ്ഞാൽ അതൊക്കെ എന്നായി ഇവിടെ ഈ നാട്ടിൽ ഈ ഭാഗത്ത് നിലമ്പൂർ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുമോ? അതാണ് അവരുടെ ഈമാൻ എന്ന് പറഞ്ഞത്. അത് തബൂക്ക് യുദ്ധത്തിന് പോണൊരു സന്ദർഭമുണ്ട് അല്ലേ? ഏറ്റവും ക്ഷാമം പിടിച്ച ഘട്ടത്തിലാണ് തബൂക്ക് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. മദീനയിൽ അന്ന് ഈത്തപ്പന വിളവെടുക്കുന്ന സമയമാണ്, നല്ല ചൂടുള്ള സമയമാണ്. ആ സമയത്ത് ഒരു കർഷകനും തൻ്റെ ഈത്തപ്പന വിട്ടുപോകാൻ താല്പര്യമില്ലാത്തൊരു സമയമാണ്. ആ സമയത്താണ് തബൂക്കിലേക്ക് പോകണമെന്ന് കൽപ്പന ഉണ്ടാകുന്നത്. മുസ്ലിങ്ങൾ വളരെ പ്രയാസത്തിലാണ്. പോകാനുള്ള വണ്ടിയില്ല, നടന്നു പോകാൻ പറ്റില്ല. അള്ളാഹിൻ്റെ മാർഗത്തിൽ അങ്ങനെ തബൂക്കിലേക്ക് 1 മാസം മരുഭൂമിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ മിനിമം ഒരു കോവർ കഴുതയെങ്കിലും വേണം. ആ സമയത്ത് 1000 ഒട്ടകങ്ങളെയാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ മാർഗത്തിൽ ഫ്രീ ആയിട്ട് കൊടുത്തത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? 1000 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ എത്രയാണ്? അപ്പോൾ വെറുതെ അല്ല റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയണത്. അവർക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നു. അവരിതൊക്കെ യാഥാർത്ഥ്യമായി കണ്ട്. നമുക്കുള്ളൊരു പ്രശ്നം തന്നെ, നമ്മൾ സംഭവം ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ കുസാർ തന്നെയാണ്. പക്ഷേ നമുക്ക് അങ്ങനെ കൊടുക്കാനും ചിന്തിക്കാനും കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഒരു വണ്ടി നിർത്തി ഇവിടെ ഈ കസാലി വന്ന് കുത്തിരുന്നത് കേൾക്കണം. നിങ്ങളെ മനസ്സിലുണ്ടെന്ത്? ഇനി ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് ആ വണ്ടിയിൽ കയറി നിസ്കരിച്ചിട്ട് തിരിച്ചു പോകണം. ചോറ് ചൂടാക്കാനുണ്ടാവും, പിന്നെ പത്തിരി ചൂടാക്കാനുള്ളവരുണ്ടാവും, പിന്നെ ചപ്പാത്തി തിന്നുപോലുണ്ടാവും, ഇനി ചപ്പാത്തി ഉണ്ടാക്കിയ ചോലുണ്ടാവും, ഉണ്ടാക്കാത്തവരുണ്ടാവും. ഇതൊക്കെ നമുക്കൊരു പ്ലാനുണ്ട് എന്ത് ചെയ്യണമെന്ന്. ഇവിടെ നിന്നാണ് പോയാൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളെ മനസ്സിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതേപോലെ യാഥാർത്ഥ്യമാണ് എന്ത്? നമ്മൾ മരിച്ചാൽ കബർക്ക് വെക്കും എന്നുള്ളത്, അവിടെ വിചാരണ ചെയ്യും എന്നുള്ളത്, നാളെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നുള്ളത്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളത്, പരലോകബോധം. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആരാണ് വിശ്വാസികളെക്കുറിച്ച് സൂറത്തുൽ ബഖറയിൽ ഖുർആൻ്റെ തുടക്കമാണ് അല്ലേ? ഫാത്തിഹയ്ക്ക് ശേഷം ഖുർആൻ തുടങ്ങുന്നത് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. പരലോകത്ത് ദൃഢവിശ്വാസമുള്ളവരാണവർ. അതായിരുന്നു സഹാബത്തിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ നമ്മളെ മനസ്സിൽ ഈ ക്ലാസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഉറപ്പുള്ള പോലെ ആഖിറത്തിൻ്റെ കാര്യത്തിൽ അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ജീവിച്ചത്. അതിനൊന്നും അവർക്കൊരു തടസ്സമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ നശിക്കുന്ന ദുനിയാവിൽ നമ്മളൊന്ന് ചെറിയ തലച്ചോറിലേക്കുള്ള രക്തക്കോയിൽ ഒന്നാണ് ബ്ലോക്കായിട്ട് സംസാരിക്കാൻ പറ്റാതെ എങ്ങനെ ഈ കസേരയിൽ ഇരിക്കുന്ന നിങ്ങളെ സ്വന്തമായിട്ട് എണീക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന എന്തുറപ്പുള്ളത്? എത്രയോ ആളുകൾ കസേരയിൽ ഇരുന്നിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടില്ല, എണീറ്റിട്ടില്ല. പിന്നെ ആ കസേര നേരെ ആംബുലൻസ് എടുത്തുകയാണ് ചെയ്തത്, സ്ട്രെച്ചർക്ക് എടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ അത്രയും നിസ്സഹായനാണ് മനുഷ്യൻ. തലച്ചോറിലേക്കുള്ള ഒരു രക്തക്കൊയലിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ അവിടെ സംസാരശേഷി അവിടെ അവസാനിക്കും, ചലനശേഷി അവിടെ അവസാനിക്കും. ഈ ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവൊക്കെ സഹോദരങ്ങളെ അതോടെ നിൽക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ കൺട്രോളിലാവില്ല. പിന്നെ നമ്മളെ മക്കളും നമ്മളെ പേരക്കുട്ടികളും
വല്യാപ്പാനെയും വാപ്പാനെ കയറ്റി കൊണ്ട് നടന്ന് ചികിത്സിക്കായിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് റോൾ ഉണ്ടാവില്ല, നമ്മളെ ജീവിതം അതോടെ അവസാനിക്കണം സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത്. അതൊരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. മരണത്തെ ആരെങ്കിലും അതിജീവിച്ചിരുന്നെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂൽ അതിജീവിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും അത് സാധ്യമല്ല, അത് കീഴടങ്ങേണ്ടി വരും. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ 1/3 മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്, മരണത്തിന് ശേഷമുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. അത് വളരെ കൃത്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്. ആരാണ് സ്വർഗ്ഗക്കാർ, ആരാണ് നരകക്കാർ, എങ്ങനെയാണ് വിചാരണ, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മാറ്റപ്പെടും അല്ലേ. ശിർക്ക് സംഭവിച്ചാൽ അള്ളാഹു പുറത്തു തരൂല എന്നാണ്, അള്ളാഹു മാപ്പ് നൽകൂല എന്നാണ്. നരകം നിർബന്ധമാണ്, സ്വർഗം നിഷിദ്ധമാണെന്നാണ്. അപ്പോൾ ഇത്രയും വ്യക്തമായി അള്ളാഹു നമ്മളെ പഠിപ്പിച്ച ഈ കാര്യം. അപ്പോൾ മരണത്തിന് ശേഷം അത് അവർ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ അതറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കൽ നല്ല ഭക്ഷണം കൊണ്ടുവന്ന സന്ദർഭത്തിൽ, നല്ലൊരു ഭക്ഷണം വിളമ്പിയ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇതേപോലെ കോടീശ്വരനായി ജീവിച്ച ആ സഹാബി കരയുന്നുണ്ട് എന്നാണ്. ഭാര്യ ചോദിക്കുന്നുണ്ട്, എന്താണ് അബ്ദുറഹ്മാൻ താങ്കൾ എന്താണ് കരയുന്നതെന്ന് ചോദിച്ച്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മിസ്അബ് ഇബ്നു ഉമൈറിനെയാണെന്നാണ് അല്ലേ. ഷഹീദായിട്ട് കഫംപുട വെക്കുമ്പം തലമറക്കുമ്പോൾ കാലുമറയുമ്പോൾ തല മറക്കാൻ കഴിയാത്ത മിസ്അബിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നാണ്. കാരണം മിസ്അബൊക്കെ അങ്ങോട്ട് ഷഹീദായിപ്പോയി. ഞാൻ ചെയ്തതിനൊക്കെ അള്ളാഹു എനിക്ക് ഈ ഭൂമിയിൽ തന്നെ തന്നോ എന്ന് ഞാൻ സംശയിക്കാണ്, പരലോകത്ത് എനിക്കൊരു ഓരിയും ഉണ്ടാവില്ല എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഭക്ഷണം കഴിക്കാതെ അത് മാറ്റിവെച്ചു എന്ന് ചരിത്രത്തിൽ സീറയിൽ കാണാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ അത് ആ ബോധമാണ്, ആ മനസ്സാണ്. അവർക്ക് സമ്പത്തുണ്ട് എന്നുള്ളതല്ല, ആ സമ്പത്തൊക്കെ ഉണ്ടായപ്പോഴും ദുനിയാവിനോട് അവർ കാണിച്ച അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് അവർ നൽകിയൊരു സ്ഥാനമുണ്ട്. മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ഏത് സെക്കൻഡും ഏതവസരത്തിലും അവർക്ക് ജീവിക്കാൻ സാധിച്ചു എന്നതാണ് അവരെ നമ്മളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രാപ്പാണ്. ദുനിയാവിനെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊടുത്തൊക്കെ വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ എന്നാണ് പറഞ്ഞത്. അതൊരു വഞ്ചനയുടെ വിഭവമാണെന്നാണ്, ഒരു വഞ്ചന ചരക്കാണ്. അത് നമ്മളിങ്ങനെ എന്തോ നമുക്കിങ്ങനെ തോന്നും, നമ്മൾ കുറച്ചും കൂടി ജീവിക്കും, കുറച്ചും കൂടി കഴിയട്ടെ, നന്നാകാനപ്പോൾ കുറച്ചും കൂടി കഴിയട്ടെ, ഒന്നുകൂടി കാണട്ടെ, അടുത്ത റമദാനാകട്ടെ. സഹോദരങ്ങളെ, അടുത്ത റമദാൻ വരെ നമ്മൾ ഉണ്ടാവുമെന്ന് യാതൊരു ഉറപ്പില്ല. അല്ലെങ്കിൽ അങ്ങനെ നീട്ടിവെക്കുന്ന ദുനിയാവിൻ്റെ കാര്യം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, സാധാരണ ഒരാൾ നീട്ടിവെക്കില്ല. നേരെ തിരിച്ചാണ് വേണ്ടത്. ദുനിയാവിൻ്റെ കാര്യം നമ്മൾ മാക്സിമം ചവിട്ടിപ്പിടിക്കാൻ വേണ്ടത് അല്ലേ. ഇപ്പോൾ ആരെങ്കിലും ഒരു വീട് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾ പറയണത് ഇതാ ഇളച്ചം കുടിയിരുന്നു അല്ലേ, ഇളച്ചന് നല്ലൊരു വീടൊക്കെ വെച്ച് നമ്മളെ വീട് ഇപ്പം ഞാൻ നന്നാക്കുക എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നന്നാക്കാലോ, പൈസ ഉണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും നന്നാക്കാലോ. ദുനിയാവിൻ്റെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ വേണ്ടത്. ഒരു വണ്ടി എടുക്കണം എന്ന് എല്ലാവരും പറയും, ആ വണ്ടി എടുക്കുക, കുറച്ചുകൂടി നല്ല വണ്ടിക്ക് ഇറങ്ങട്ടെ, ഇലക്ട്രിക് വണ്ടിയൊക്കെ ഒന്നുകൂടി ഒന്ന് ചീപ്പായിട്ട് ബാറ്ററിയൊക്കെ ആയിട്ട് എല്ലായിടത്തും ചാർജിങ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു ഇലക്ട്രിക് വണ്ടി എടുക്കാം, പൈസ ഉണ്ടല്ലോ. ആഖിറത്തിൻ്റെ കാര്യം വരുമ്പോൾ എന്താ പറയുക, ചവിട്ടി പിടിച്ചരുത്. ഒരാൾ പള്ളി മദ്രസും പിരിവ് വരുമ്പം അത് വേണ്ടെടുക്കണം. കാരണം അത് പിന്നൊരു ചാൻസ് കിട്ടൂല. അത് ദുനിയാവിൻ്റെ കാര്യം, ആഖിറത്തിൻ്റെ കാര്യമാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കും, ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ്, ഒരു ദീർഘമായ യാത്രക്ക് പോണ ഒരാൾ വന്നിട്ട് തൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ആടാണ് അല്ലേ. പണ്ടത്തെ കാലത്തൊക്കെ ദീർഘമായ യാത്ര പോകുക എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല അല്ലേ. ഇപ്പോൾ ഹജ്ജിനൊക്കെ പോകുമ്പോണ്ടല്ലേ നമ്മൾ പൊരുത്തപ്പിടിച്ച് കാണ്ടൊക്കെ പോണ്. അത് പണ്ട് അങ്ങനെയൊന്നും പോയിന്ന്. മരിച്ചാൻ കാലത്ത് അവസാനമാണ് ആൾക്കാർ ഹജ്ജ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ ഹജ്ജിന് പോയി വരിക എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. പായക്കപ്പലിലൊക്കെ പോയി കപ്പലിലാണ് പോവുക. അത് ഇനി കാറ്റും കോളും വന്ന് ചിലപ്പം കടലിൽ മുങ്ങുക, അല്ലെങ്കിൽ വല്ല വസൂരിയും വല്ല പകർച്ചവ്യാധിയും വന്ന് മരിക്കും. ഒരാൾ ഹജ്ജിന് പോയി തിരിച്ചു വരാനുള്ള ചാൻസ് ഇന്നത്തെ അത്ര ഇല്ല, കുറവാണ് പണ്ട്. അതുകൊണ്ടാണ് അവസാന കാലത്ത് ഹജ്ജിന് പോയിരുന്ന ആൾക്കാർ എല്ലാം പൊരുത്തപ്പിടിച്ചിട്ട് ഇനി വരൂല എന്നുള്ള രൂപത്തിൽ പോയിട്ട് അവിടുന്ന് മരിച്ചലൊക്കെ അതാണ്. നമ്മളിപ്പോൾ പിന്നെ ആൾക്കാർ ഉംറക്ക് പോകുമ്പോൾ അങ്ങനെ പറഞ്ഞാണ്ടൊക്കെ പോവുക. അപ്പോൾ അത് ആ പഴയതാണ്. ഞാൻ പറഞ്ഞത് ഒരു ദീർഘമായ യാത്ര പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഒരു ആൾ ദീർഘമായ യാത്രക്ക് പോകുമ്പം കയ്യിലുള്ള ആടിനെ തൻ്റെ അയൽവാസിനെ ഏൽപ്പിച്ചിട്ട് യാത്ര പോവാണ്. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ്. അങ്ങനെ അയൽവാസിൻ്റെ അടുത്ത് വരുമ്പോൾ അയൽവാസി പറയാണ്, നിങ്ങൾ അന്ന് ഏൽപ്പിച്ചൊരാടുണ്ടല്ലോ, ആ ആട് ആ മലഞ്ചെരുവിലുണ്ട്, നിങ്ങളന്ന് അത് പോയി നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് വലിയ സന്തോഷമായി. കാരണം ഒരാടിന് കിട്ടിയത് തിരിച്ചു വരുമ്പോൾ ഞാൻ ആടുണ്ടല്ലോ. അങ്ങനെ ഇയാൾ മലഞ്ചെരുവിൽ പോയി നോക്കുമ്പം അവിടെ ഒന്നല്ല 10,000 ആടിൻ്റെ കൂട്ടാണ്. അപ്പോൾ തിരിച്ചു വന്നിട്ട് അത് അവിടെ എൻ്റെ ആട് ഏതാണെന്നാണ് ചോദിക്കണം, എൻ്റെ ആട് ഏതാണ്, അത് മുഴുവൻ കലതാണ്.
അത് മുഴുവൻ നിങ്ങൾ തന്ന പെണ്ണാട് പെറ്റി പെരുകിണ്ടായതാണ് ആ കാണുന്ന മുഴുവൻ. അതിന് ഞാൻ പ്രത്യേകിച്ച് ചിലവാക്കിയിട്ട് അതിൻ്റെ സക്കാത്തൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ എടുത്തോളി എന്ന് പറയുമ്പം നമുക്ക് എന്തേക്കാരം, നമ്മളൊരു ഫീലിംഗ് എന്തേക്കാരം. അതേപോലെയാണ് നാളെ പരലോകത്ത് നിന്നാണ്. നിങ്ങൾ പരലോകത്ത് ചെന്ന് ഏട് തുറക്കുമ്പോൾ നമ്മൾ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെട്ടത് കാണുമ്പം എന്ത് സന്തോഷം ഉണ്ടാവും. അതെന്തിനാ സഹോദരങ്ങളെ? നമ്മൾ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങളുടെ അനന്തരഫലമായി നമുക്ക് അള്ളാഹു രേഖപ്പെടുത്തിയാണ്. ഒരു മദ്രസൻ്റെ പിരിവന്നു അല്ലേ, ഒരു മദ്രസൻ്റെ പിരിവന്നപ്പം പറഞ്ഞു ഒരു 100 കല്ലിൻ്റെ വക തരാമെന്ന് പറഞ്ഞു. ഒരു 10 ചാക്ക് സിമെൻറ്റിൻ്റെത് അല്ലെങ്കിൽ ഒരു ചാക്ക് സിമെൻറ്റിൻ്റെത് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. സഹോദരങ്ങളെ, ആ മദ്രസിൽ പഠിച്ച് ഫാത്തിഹ ഓതിയ കുട്ടികൾ, ഫാത്തി ചൊല്ലി പഠിച്ച കുട്ടികൾ, ഖുർആൻ ഓതി പഠിച്ച കുട്ടികൾ, അവർ ഓതുന്നതിൻ്റെ ഒരു കൂലി നിങ്ങളെ 10 ചാക്ക് സിമെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ ഒരു ഷെയർ നിങ്ങൾക്ക് ഉണ്ടാവും. അത് അള്ളാഹു രേഖപ്പെടുത്തും. അത് നഷ്ടപ്പെടുത്തൂല. അത്രയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എന്ത് ചെലവഴിച്ചോ അതിനെ അള്ളാഹു വളർത്തുന്നതാണ്. എങ്ങനെ? ഒരു നെല്ലിൻ്റെ മണി അള്ളാഹു പറഞ്ഞ ഉദാഹരണം എന്താ? നിങ്ങൾ അള്ളാഹു ഖുർആനിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച സമ്പത്തിനെ അള്ളാഹു വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞതിന് ഉദാഹരണം ഒരു നെൽമണി, ഒരു കൃഷിയിൽ നമ്മൾ ഒരു വിത്തിട്ടാൽ അതിങ്ങനെ ഒരു തൂമ്പ് വന്ന് ഒരു കതിരുമ്മ തന്നെ എത്ര നെല്ലുണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു കതിരുമ്മ അങ്ങനത്തെ എത്ര കതിരുണ്ട് ഒരു നെല്ലിന് അല്ലേ? അങ്ങനെയാണ് അള്ളാഹു പ്രതിഫലങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നാണ്. അപ്പോൾ അത്രയും പ്രതിഫലമാണ് ഒരു വിശ്വാസിയെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അത് ആ ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തിനും തയ്യാറാണ്. ആര് വന്ന് ചോദിച്ചാലും പൈസ എടുത്തു കൊടുക്കും അല്ലേ? മദ്രസ ഉണ്ടാക്കുന്നുണ്ട്, ശരിയായ അക്കീദ പഠിപ്പിക്കോ, ശരിയായ ഖുർആനും ഹദീസും പഠിപ്പിക്കണ മദ്രസ ആണോ, എന്നാ പൈസ കൊടുക്കും. അത്ര ചോദ്യമുള്ളൂ. ശരിയായ മനഹജും അക്കീദ അനുസരിച്ചാണോ അവിടെ പഠിപ്പിച്ചാന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പൈസ ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കും. ഇതൊന്നും നമ്മൾ മരിച്ചുമ്പോൾ കൊണ്ടുപോകില്ല. ഇതൊക്കെ അനന്തരാവകാശികൾ ഓഹരി വെച്ചെടുക്കുള്ളൂ. നമുക്ക് വേണ്ടി എന്ന് പറയാൻ സഹോദരങ്ങളെ, നമുക്കതാണ്. മരിക്കുമ്പോൾ എപ്പോഴും ആൾക്കാരെന്താ പറയുക, എൻ്റെ മാരി എൻ്റെ കുട്ടികൾ ഓരെന്താ കാട്ടുക എന്നാണ്. അതിനെപ്പറ്റി ഒരു ബേജാറും നിങ്ങൾക്ക് വേണ്ട. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ കിറ്റ് കൊണ്ടേ കൊടുക്കാൻ. അപ്പോൾ ഒരു എത്തിയും കുട്ടി 5 പെൺകുട്ടികളുള്ള ഒരു വീടുണ്ട്, 5 പെൺകുട്ടികൾ ആ പെരയിൽ. അപ്പോൾ വാപ്പ മരിച്ചുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ എന്താ വെച്ചാൽ എത്തിയും കുട്ടികളെ വീട് എന്നുള്ളതുകൊണ്ട് എല്ലാ സംഘടനക്കാരും കിറ്റ് കൊണ്ടേ കൊടുക്കും. നമ്മളിപ്പോൾ സംഘടനക്കാർ മത്സരിക്കണല്ലോ, ലീഗാണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും AP ആണെങ്കിലും EK ആണെങ്കിലും ജമാഅത്താണെങ്കിലും മുജാഹിദ് ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും കിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ കിറ്റ് ഇങ്ങനെ വരും ഈ പെരയ്ക്ക്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു പെരുണ്ട്. അവിടെ എന്താ വെച്ചാൽ കാര്യമായിട്ട് മെച്ചൊന്നുമില്ല, വളരെ അവസ്ഥ മോശമാണ്. അവിടെ ഒരു പാപ്പുണ്ട്, പണിക്കൊന്നും പോലെ പറ്റ വയസ്സായിക്കണം. അപ്പോൾ ഈ ഇമ്മ ഇങ്ങനെ ഇവിടേക്ക് കിറ്റ് വരുമ്പോൾ ഈ ഇമ്മ പുറത്തിറങ്ങിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു കിറ്റ് ആരെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പോൾ കൊടുക്കാൻ അമ്മ പോയി ചോദിക്കും ചിലപ്പോൾ. അപ്പോൾ ഒരിക്കൽ അമ്മ പറഞ്ഞാണെന്ത്, ഇവിടെ ഒരു തന്തണ്ട്, അയാൾ മരിച്ചിട്ടിയാൽ മതിനൊന്നും. അയാളെ കൊണ്ട് ഒരു മെച്ചമില്ല. അയാളിവിടെ ഇങ്ങനെ നിൽക്കണോണ്ടാണ് ഞങ്ങൾക്ക് കിറ്റ് കിട്ടാത്തത്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്താ പറയുക, നമ്മൾ വിചാരിച്ചാൽ നമ്മളുള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എല്ലാ മക്കളും ഒക്കെ ഉസാറായി നിൽക്കണമെന്നാണ്. അവിടെ ഒരു അനുഭവം പറയാം. അതായത് ഒരാളെ മകൻ ഉണ്ടായിരുന്നു, തീരെ പറഞ്ഞാൽ കേൾക്കൂല. ഒരു നിലക്ക് ഇയാൾ പഠിച്ച പണി 18 മകനെ നന്നാക്കാൻ നോക്കിയിട്ട് മകൻ നന്നായിട്ടില്ല. ഇയാളൊരു ആക്സിഡൻ്റ് ആയിട്ടാണ് മരിച്ചോട് മകൻ നന്നായി. നമ്മൾ പറയല്ലേ അത്രേ ഉള്ളൂ. അപ്പോൾ ആ മരണം കൊണ്ട് ആ മകൻ നന്നായി, ആ കുടുംബം രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾക്ക് തോന്നലാണ് നമ്മളിങ്ങനെ നിൽക്കണോണ്ടാണ് ഇതൊക്കെ നിൽക്കണം. നമ്മൾ പോയാൽ ബല കാര്യം ഭയങ്കര കഷ്ടമായിക്കായിരുന്നു തോന്നുകയാണ്. നമ്മൾ പോയാൽ ചിലപ്പോൾ ബല മെച്ചപ്പെടും. കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഓർമ്മ ഉണ്ടാവും, നമ്മളെ ഫോണും കുപ്പായും ഒക്കെ കാണുമ്പോൾ, നമ്മളെടുത്തിനെ കോപ്പിയും ക്ലാസ്സൊക്കെ കാണുമ്പോൾ. പിന്നൊക്കെ എന്ത് അതൊക്കെ കഴിഞ്ഞ് മനുഷ്യൻ്റെ അവസ്ഥ തന്നെ. ആരും ഇവിടെ ഈ ദുനിയാവിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. നിങ്ങൾ അങ്ങനെ വിചാരിച്ചണ്ട. ഇപ്പോൾ ഞാൻ ഒരു വലിയ ഡോക്ടറാണ് വെച്ചാൽ, പണ്ടൊരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അനുഭവ കുറിപ്പിൽ ചെയ്തിട്ടുണ്ട്. വലിയ ക്യാൻസറിന് ചികിത്സിക്കുന്ന ഡോക്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗി ആരാറിയങ്ങൾ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ്. ചെറിയ പ്രായത്തിൽ ക്യാൻസർ വന്ന് ഡോക്ടർ ഇപ്പോൾ ICUയിൽ മരിച്ചാൽ കിടക്കുക. അതായത് അയാളെ ബുക്കിംഗ് കിട്ടണമെങ്കിൽ തന്നെ 1 കൊല്ലമൊക്കെ എടുക്കുന്ന പറഞ്ഞാൽ അങ്ങനത്തെ ഡോക്ടറാണ്. അയാളിപ്പോൾ ക്യാൻസറായിട്ട് മരിച്ചാൽ കിടക്കുക. ഭാര്യ അയാളെ ഒഴിവാക്കി പോയി, കാരണം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ അയാൾ അനിയൻ മെയിൽ അയച്ചൊക്കെയാണ്, ഓസ്ട്രേലിയയിലാണ് മൂപ്പര് ജോലി ചെയ്യുന്നത്. അപ്പോൾ അനിയനെ അറിയേണ്ട കാര്യം എന്താ പറയുക, ആകെ ഒരാഴ്ച ഓന് ലീവുള്ളൂ. അപ്പോൾ വന്നാൽ ഇയാൾ മരിച്ചും വേണം, മറവ് ചെയ്യും വേണം, ഓൻ തിരിച്ചു പോവും വേണം. ആ ടൈം എപ്പോഴാണെന്നാണ് ഡോക്ടറോട് ചോദിക്കണത്. ഒരാഴ്ച ലീവുള്ളൂ, അപ്പോൾ ഞാൻ എപ്പോൾ വന്നാലാണ് ഏകദേശം ഇതിനൊക്കെ ഒന്ന് കൂടി മടങ്ങാൻ പറ്റുകയെന്ന്. ആ ടൈം ഞാൻ ഡോക്ടർ, അപ്പോൾ ഇയാളിങ്ങനെ മനുഷ്യൻ്റെ അവസ്ഥ പറയണം. അപ്പോൾ ഇയാളിങ്ങനെ വെറുതെ ഈ ഡോക്ടർ ജോലി ചെയ്യണ ആസ്പത്രിക്കൊന്ന് വെറുതെ അറിയാത്ത വരെ നമ്മൾ വിളിക്കുമല്ലോ. ഈ ഡോക്ടർ രോഗിയാണെന്ന് അറിയാത്ത ഒരാൾ വിളിക്കണ മാതിരി ആ ഡോക്ടറിന് ഒരു ബുക്കിംഗ് കിട്ടുമെന്ന് ചോദിച്ചു.
അപ്പോൾ അവിടുന്ന് പറഞ്ഞെന്തറിയോ, ആ ഡോക്ടർ ഇപ്പോൾ ഇവിടെ അല്ല, അതിനേക്കാൾ നല്ല ഡോക്ടറുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. നിങ്ങളെക്കാൾ നല്ല ഭർത്താവ് വരും, നിങ്ങളെക്കാൾ നല്ല ആൾക്കാർ വേറെ വരും. സഹോദരന്മാരെ, നഷ്ടം നമുക്ക് മാത്രമാണ്. അവിടെ ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിക്കുക. ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടിയാൾക്ക് ആരാണ്ടാകുന്നല്ല, ഞാൻ മരിച്ച ഇച്ച് ആരാണ്ടാകുക, ഇച്ച് കബറിൽ എന്താ ഉണ്ടാകുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് നമ്മൾ പണിയെടുക്കുന്ന വേണം. അതിനൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അത് ഉണ്ടാവും. അത് നഷ്ടമല്ല. ഒരു 5 പൈസ ആത്മാർത്ഥമായിട്ട് ഹദീസിൽ കാണാൻ പറ്റും. ഒരാളെ സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചു. സ്വതക്ക അങ്ങനെ നല്ല ഇഖ്ലാസോടുകൂടി രാത്രി ആരും കാണാതെ മൂപ്പരെന്ത് ചെയ്യും, ആരും അറിയാതൊക്കെ വേണ്ടി രാത്രിയെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു. നേരം പോലത്തെ നാട്ടിലൊക്കെ പാട്ടായി. എന്ത്, ഏതോ ഒരു പെരുങ്കള്ളൻ ഇന്നലെ രാത്രി ആരോ വലിയൊരു സംഖ്യ സ്വതക്ക കൊടുത്തിക്കിടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇയാൾ സ്വതക്ക കൊടുത്തൊരു കള്ളനാണ്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര വിഷമം. പക്ഷേ ഇയാൾ ആത്മാർത്ഥമായിട്ട് കൊടുത്താണ്. രണ്ടാമതും ഞാൻ എന്നും കൊടുക്കും തീരുമാനിച്ചു. ഇന്നലെ ഞാൻ കള്ളനെ കിട്ടിയെങ്കിൽ എന്നും കൊടുക്കും തീരുമാനിച്ചു. അങ്ങനെ പിറ്റേന്ന് മൂപ്പര് സ്വതക്ക കൊടുത്തു. അതാർക്കാ കിട്ടിയ നിങ്ങൾ? ആ നാട്ടിലൊരു വേശ്യക്ക കിട്ടിയത്. അങ്ങനെ പിറ്റേന്ന് പാട്ടായി. ആ തേടിച്ചിക്കാരാ ഒരു സംഖ്യ ഇന്നലെ രാത്രി സ്വതക്ക കൊടുത്തിക്കണ പറഞ്ഞിട്ട് പിറ്റേന്ന് മൂപ്പര് 3-ാമത്തെ ദിവസം വീണ്ടും എന്ത് ചെയ്തു, ഇന്നും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. മൂപ്പര് പിന്മാറിയില്ല. 3-ാമത്തെ രാത്രി സ്വതക്ക കിട്ടിയാരെ ആ നാട്ടിലൊരു മുതലാളിക്ക കിട്ടിയത്. അയാൾ ആകെ പാട്ട ഇന്നലെ ഏതോ ഒരു പടു ചെന്ന് കണ്ട് കുറേ പൈസ എന്തിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പറയാം, ഏതൊരു പടു രാത്രി എനിക്ക് കുറേ പൈസ എന്തിങ്ങനെ പറഞ്ഞു. എന്താ ഉണ്ടായ തരങ്ങൾ? ഞാൻ ഇത് ഹദീസാണ്. എന്താ ഉണ്ടായ തരങ്ങൾ? ഈ 3 ആൾക്കാരെയും അള്ളാഹു ചിന്തിപ്പിച്ചു എന്നാണ്. കാരണം ആ വേശ്യ വിചാരിച്ച എന്താ നിങ്ങൾ, ഞാനിപ്പോൾ കുറച്ചൊരു പൈസക്കും വേണ്ടിയാണ് ഈ പണിയെടുക്കുന്നത്. ഇതാരോ ഒരാൾ ആത്മാർത്ഥമായിട്ട് ദാനമായിട്ട് തന്നതാണ്. അപ്പോൾ ആ തന്ന ആളുടെ ഒരു മനസ്സാണ് ആലോചിച്ചത്. അയാളിപ്പോൾ ഒരു സ്വർഗ്ഗമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചാൽ തന്നത്. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടല്ലോ. അങ്ങനെ ആ പെണ്ണ് മാറി എന്നാണ്. വേശ്യാവൃത്തി നിർത്തി, ആ കള്ളൻ മോഷണം നിർത്തി, ആ പിശുക്കനായ പൈസക്കാരൻ സ്വതക്ക കൊടുക്കുന്ന ധർമ്മിഷ്ഠനായി മാറി ഈ പൈസ കിട്ടിയ കാരണം. അപ്പം അതിൻ്റെയൊക്കെ പ്രതിഫലം ആർക്കാണ്? ആ സ്വതക്കക്ക് മാത്രമല്ല, ആ ആൾ മാറിൻ്റെ പ്രതിഫലം കൂടി അള്ളാഹു അയാൾക്ക് കൊടുത്തു എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് ഇതൊക്കെ എന്താ മനസ്സിലാക്കി തന്നെ നിങ്ങൾ, നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടോ? പടച്ചോൻ്റെ തൃപ്തി ആലോചിച്ചിട്ട് നിങ്ങൾ എത്ര ചെറിയ കാര്യം ചെയ്താലും അത് അള്ളാഹു നഷ്ടപ്പെടുത്തൂല എന്നാണ്. മിസ്കോല ദർറത്തിൻ ഖൈറൻ യറ, അണുമണി തൂക്കം നന്മ ചെയ്തോ അതവിടെ കാണും. അത് ഇഖ്ലാസ് ഉണ്ടോ സഹോദരങ്ങളെ, അത് നഷ്ടപ്പെടൂല. അതിൻ്റെ അനന്തരഫലം സംഭവിച്ചിട്ടുണ്ടോ അത് രേഖപ്പെടുത്തപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കുട്ടിക്ക് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊടുത്താൽ, നമ്മളെ കുട്ടീനോട് മദ്രസന്ന് ബിസ്മി ചെല്ലണമെന്ന് ഉസ്താദ് പറഞ്ഞാലും കുട്ടി ഭക്ഷണം കഴിക്കണത് എവിടുന്നാണ്? നമ്മളെ പെരീന്നാണ്. അത് ആ അമ്മ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സമ്മില്ല, ആ ബിസ്മി ചെല്ല് മോനെ, വലതു കൈകൊണ്ട് കുടിക്ക് മോനെ, വലത് കൈകൊണ്ട് കഴിക്ക് മോനെ എന്ന് നിർബന്ധിക്കുമ്പം, ചെയ്യിപ്പിക്കുമ്പം, അതൊരു ശീലമാക്കുമ്പോൾ ആ പറയുന്നതിന് മാത്രമല്ല പുണ്യം, ആ ചെയ്യുന്നതിനല്ല പുണ്യം. ആ ജീവിതകാലം മുഴുവൻ ആ കുട്ടി വലത്തെ കൈകൊണ്ട് തിന്നുമ്പം അതിൻ്റെ മാതാപിതാക്കൾക്കൊരു ഓഹരിയുണ്ട്, മദ്രസയിൽ വിട്ട പിതാവിനൊരു ഓഹരിയുണ്ട്, ആ ശീലം നിർബന്ധിച്ച ഉമ്മാക്കതിലൊരു ഓഹരിയുണ്ട് അല്ലേ? ആ കുട്ടി അതിൻ്റെ കുട്ടീനെ പഠിപ്പിക്കുമ്പം, അവൻ്റെ പേരെ കുട്ടീനെ പഠിപ്പിക്കുമ്പം, അപ്പോൾ ഒരിതൊന്നും നഷ്ടപ്പെടൂല. നമ്മൾ അല്ലേ, ചിലപ്പോൾ ചില സ്ത്രീകൾ പറയും എന്തൊരു ദുൽമാറിയങ്ങൾ അല്ലേ. അതായത് ഈ പണ്ടൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നുട്ടാ, ഈ പെണ്ണുങ്ങൾ ലൂറ് സ്കരിച്ച് അസ്രാൻ കൊടുക്കാൻ നേരത്താണ്, ഇപ്പം ഞാൻ മാറിയോന്നറിയില്ല, എൻ്റെ അമ്മാൻ്റെ കാലത്തൊക്കെ അങ്ങനെയാണ്, അസ്രാൻ കൊടുക്കാൻ നേരത്താണ് നിസ്കാരപ്പായിക്ക് എത്തുക. എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റ് ലൂറ് അസർ ഒരു വെടിക്ക് തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ നേരത്തെ നിസ്കരിക്കുക. നിങ്ങൾ ആ നേരത്ത് നിസ്കരിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി, അവസാനത്തെ അത്തയ്യാത്തിൽ വന്നുകാണ്ട് കുട്ടി നിസ്കാരപ്പായിലാണ് മൂത്രയിച്ചാനുള്ളൊരവസ്ഥ എന്തേക്കാരം. അതിൻ്റെ സങ്കടമൊക്കെ ആ നിസ്കരിച്ചവർക്ക് അറിയുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ മറ്റേ കുട്ടി എന്ത് ചെയ്തിണ്, അരിപ്പൊടി ഇട്ട പാത്രം കമിഴ്ത്തി ഇങ്ങനെ സ്റ്റോർ റൂമിൽ തലമ്മലും മുടിമലൊക്കെ ഇങ്ങനെ ആക്കിയിട്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇതിലൊക്കെ എന്തുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറയണേ, ചെറിയ 5 കുട്ടികളുണ്ടോ എന്ന്, ചെറിയ 5 കുട്ടികൾ. അപ്പോൾ എൻ്റെ പെണ്ണുങ്ങളിടയ്ക്ക് കരയെന്ന് പറഞ്ഞു. 5 മൂത്രയിപ്പിച്ചിട്ടാണ് ഞാൻ നിൽക്കണിട്ടൊപ്പം എന്നറിയുള്ളൂ ഇടയ്ക്കിടയ്ക്ക്. ഇത് രാവിലെ 4 സ്കൂളിലും പറഞ്ഞയച്ച് ഈ ചെറിയ കുട്ടികളെ മൂത്രയിപ്പിക്കാൻ ഒരു ഇടങ്ങേറുള്ള കാര്യം തന്നെയാണ്. ബാത്റൂം പോകണം, പിന്നെന്താണ് ഇങ്ങോട്ട് വരണം. അപ്പോൾ ചില പെണ്ണുങ്ങൾ ചുരിദാർ ഇടില്ല. അപ്പോൾ എന്താ ഉണ്ടാകത്ത് വെച്ചാൽ, ഈ ചെറിയ കുട്ടികളുണ്ടാകും ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം പോകുമ്പോൾ മാക്സിയ നല്ല അറിയും. ചുരിദാർ ഇടണമെന്നൊക്കെ പൂതിയുണ്ട്, പക്ഷെ എങ്ങനെ ചുരിദാർ നനയും. ഇപ്പോഴത്തെ ചുരിദാർ പിന്നെ പൊന്തിച്ചാൻ പറ്റും തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞെന്തരോ, 5 കുട്ടികളെ മൂത്രയിപ്പിച്ച് നിൽക്കുകയാണ് ഞാനെന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ അടുത്തുനിന്ന് കൂലി കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നതാണ്. അതൊരു വിശ്വാസം തന്നെയാണ്, അതൊരു കരുത്താണ്.
ഇതൊന്നും നഷ്ടപ്പെടൂല എന്ന് സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിനൊക്കെ പടച്ചോൻ പ്രതിഫലം. സ്ത്രീകൾക്ക് സ്വർഗം കിട്ടാൻ വളരെ എളുപ്പമാണ്. എന്താണ്? 5 നേരം ഫർള് മാത്രം നിസ്കരിച്ചാൽ മതി. റമളാനിൽ ഫർള് മാത്രം, റമളാൻ മാസം മാത്രം നോമ്പുവറ്റാൽ മതി. 5 നേരം ഫർള് മാത്രം നിസ്കരിക്കുകയും റമളാൻ മാത്രം നോൽക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ അവർക്ക് സ്വർഗം അല്ലാഹുവിൻ്റെ റസൂൽ ഗ്യാരണ്ടി കൊടുത്ത് എന്തുകൊണ്ടറിയ നിങ്ങൾ? ഈ കഷ്ടപ്പാടുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഖിറുണ്ടോ, പരലോകമുണ്ടോ, വിചാരണ ഉണ്ടോ, ഒന്നും നഷ്ടാവില്ല. നല്ല ഇഖ്ലാസ് ഉണ്ടായാൽ മതി. ഇഖ്ലാസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കർമ്മങ്ങൾ നഷ്ടപ്പെടും. ശിർക്ക് വരരുത്. വിശ്വാസത്തിൽ ശിർക്ക് കലരാതിരിക്കുകയും നല്ല ഇഖ്ലാസോടുകൂടി ലോകമാന്യമില്ലാതെ, റിയാ ഇല്ലാതെ, സുംഅത്തില്ലാതെ, ആൾക്കാർ കേൾക്കണം കാണണം എന്ന വിചാരമില്ലാതെ പടച്ചോൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്താൽ അതൊരിക്കലും നഷ്ടപ്പെടില്ല. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. വെള്ളിയാഴ്ച രാവിലെ സൂറത്തു ഇൻസാനും നമ്മൾ സുബൈക്ക് 2ാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്താണ്. സൂറത്തു ഇൻസാനിലായതാണ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. എന്താണ്? ഇല്ലാ നുത്ഇമുക്കും, എന്താണ്? ഞങ്ങൾ അവരെ ഭക്ഷിപ്പിക്കുന്നു. പാവപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ വിശ്വാസികൾ ഭക്ഷണം കൊടുക്കുന്നത് എന്തിനാണ്? ലിവജ്ഹില്ല, അള്ളാൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ടാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഞങ്ങൾ ഒരു നന്ദിയുടെ വാക്കോ ഒരു പ്രതിഫലമോ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ആയത്ത് വ്യാഖ്യാനിച്ചിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയണത് എന്തറിയുന്നത്? ഒരു പ്രതിഫലം, ഒരു നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കണില്ല എന്നാ വിശ്വാസികൾ. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ, ഭക്ഷണം കൊടുത്താൽ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ചില ആളുകൾ ചിലപ്പോൾ എന്തു പറയും? ഒന്നും വേണ്ട, ഇപ്പോൾ ഒരു പെരയ്ക്കൊരു കിറ്റ് കൊണ്ടു കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ച് പൈസ കൊണ്ടു കൊടുക്കുക. അപ്പോൾ ആ പെരയിലമ്മ സന്തോഷം കൊണ്ട്, തൃപ്തിയോണ്ട്, മോനെ പടച്ചോ എന്നെ കാക്കട്ടെ, എനിക്ക് നല്ലത് വരുത്തട്ടെ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയും, ഒന്നും വേണ്ടമ്മ, ഒന്നും വേണ്ടമ്മ, ഞങ്ങളൊന്നും ആഗ്രഹിക്കില്ല, നിങ്ങളെ ഈ പ്രാർത്ഥന ഉണ്ടായാൽ മതി. അല്ലേ? അങ്ങനെ പറയലുണ്ട് ആൾക്കാർ. അതുപോലും പറയരുത് എന്നാണ്. അവരുടെ പ്രാർത്ഥനക്കല്ല നമ്മൾ കൊടുക്കണത്. നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യണത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നത്. ഞാൻ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ്. അതായത് നമ്മുടെ നിയ്യത്തിൽ 100% എന്ത് വേണം? 100% പരിശുദ്ധമായ നിയ്യത്തായിരിക്കണം. അതിൽ വേറൊന്നും കലരാൻ പാടില്ല. അത് അള്ളാൻ്റെ പ്രതിഫലം, നാളെ അള്ളാൻ്റെ കോടതിയിൽ ഈ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക, അതിന് പ്രതിഫലം കിട്ടുക എന്നല്ലാതെ ഒരാഗ്രഹവും ഒരു വിഷയത്തിലും ഒരു വിശ്വാസിക്കുണ്ടായിരുന്നതാണ്. അപ്പോഴേ പടച്ചോ സ്വീകരിക്കുള്ളൂ, അപ്പോഴേ പ്രതിഫലം കിട്ടുള്ളൂ. അതൊരിക്കലും നഷ്ടപ്പെടുത്തില്ല. എന്ന് മാത്രമല്ല, അത് പടച്ചോ വളർത്തിക്കൊണ്ടിരും, വലുതാക്കും, അതിന് നഷ്ടമല്ല. അപ്പോൾ സഹോദരങ്ങളെ, അങ്ങനെ കാര്യങ്ങളെ കാണണമെങ്കിൽ എന്ത് വേണം? ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഇവിടെ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കൊക്കെ ഇതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. ഇതിനൊക്കെ അള്ളാഹു പ്രതിഫലം നൽകും. അതെന്താണ്? അത് അള്ളാഹിനെ പറ്റിയുള്ള അറിവാണ്. ഞാൻ അള്ളാഹിനെ ആരാധിക്കുക എന്ന് പറയാം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പം നമ്മളെ ജീവിതത്തിൻ്റെ ലക്ഷ്യതാണ്. ആ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം അള്ളാഹുവിനെ അറിയലും മനസ്സിലാക്കലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും കാരുണ്യവാനായ ഒരു പടച്ചോന്, ഒരു താബഈ പണ്ഡിതൻ മരിക്കാൻ കിടക്കുകയാണ്. ചെറുപ്പത്തിൽ, അതായത് വയസ്സായിട്ടല്ല, എന്താണ്, പ്രായമാകുന്നതിൻ്റെ മുമ്പ് ഒരു 30, 35, 40 വയസ്സിലൊക്കെ ഒരു ക്യാൻസറോ അങ്ങനെ കാര്യപ്പെട്ട എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് നമ്മളെ മകൻ മരിച്ചാൻ കിടക്കുന്ന സീൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ മകൻ്റെ തലക്കുമ്പുറത്ത് ഉമ്മ വന്ന് നുളൊഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്, കരഞ്ഞിരിക്കുകയാണ്. അപ്പം അമ്മാൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഈ പണ്ഡിതൻ ഉമ്മാനോട് ചോദിക്കുകയാണ്, ഉമ്മ ഞങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. എന്താ മോനെ? നാളെ പരലോകത്ത് വെച്ചിട്ട്, മഹ്ശറിൽ വെച്ചിട്ട് പടച്ചോൻ പറയാണ്, അള്ളാഹു ആണല്ലോ നമ്മൾ വിചാരണ ചെയ്യുക, അള്ളാഹു ആണ് നമ്മൾ സ്വർഗത്തുക്കും നരകത്തുക്കും ആക്കുക. അപ്പോൾ പടച്ചോൻ പറയാണ്, ഉമ്മാനെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളെ മകൻ്റെ കാര്യത്തിൽ സ്വർഗത്തിലാണോ നരകത്തിലാണോ ആക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചാളീന്ന് നാളെ പടച്ചോൻ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മാറ്റാൻ, എന്നെ മാറ്റാനുള്ള അധികാരം നാളെ പടച്ചോൻ നിങ്ങൾക്ക് തന്നാൽ എൻ്റെ വിഷയത്തിലും എന്താണ് ചെയ്യാന്നാണ് ചോദിച്ചത്. എന്നെ സ്വർഗത്തേക്കാണോ നരകത്തേക്കാണോ ആക്കുക എന്ന് ഉമ്മാനോട് ചോദിക്കണം ഈ മോൻ. അപ്പോൾ ആ ഉമ്മ പറയാണ്, എൻ്റെ മോൻ്റെ എല്ലാ കുറ്റും ഞാൻ പുറത്തു നിന്നിട്ട് എൻ്റെ ഉമ്മാൻ്റെ കുട്ടിനെ ഞാൻ സ്വർഗത്തേക്കുണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ പണ്ഡിതന്മാരോട് തിരിച്ചു പറഞ്ഞൊരു കാര്യം നമ്മളൊക്കെ ഓർക്കേണ്ട കാര്യമാണ്. മങ്ങളെന്താ വിചാരിച്ചത്? നിങ്ങളെക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു അള്ളാഹുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വന്തം മാതാവിനേക്കാൾ സ്നേഹിക്കുന്ന ഒരു അള്ളാഹിനെ പറ്റി നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ?
ഒരു ഇത് വെറുതെ പറയല്ല, അള്ളാഹിൻ്റെ റസൂല് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു യുദ്ധം കഴിയുമ്പം നല്ല പൊടി ഇതൊക്കെ ഉണ്ടാവും. കാരണം കുതിരയും മനുഷ്യന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും മരുഭൂമിയിൽ യുദ്ധം ചെയ്യുമ്പോൾ നല്ല പൊടി പടലങ്ങൾ ഉണ്ടാവും. ഒരു യുദ്ധം ഇങ്ങനെ കെട്ടടഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ അമരുന്ന സമയത്ത് ഒരു ഉമ്മ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ആ അമ്മാൻ്റെ കുട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട് യുദ്ധത്തിൽ. അങ്ങനെ ആ കുട്ടീനെ അവസാനം അമ്മ കണ്ടുപിടിക്കുകയാണ്. ആ കുട്ടീനെ അമ്മ അങ്ങനെ കെട്ടിപ്പിടിച്ചു തുരുതുരാ ഉമ്മ വെക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, നമ്മളെ കുട്ടീനെ കാണാനില്ലാണ്ടായി അല്ലേ? ഒരു കുട്ടീനെ കാണാൻ കുറച്ച് നേരത്തിന് കാണാനില്ല, ഓർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളി നൊളോളിയും ഉള്ളാക്കിടലും ഒക്കെ കഴിഞ്ഞ് കുറേ കഴിയുമ്പോണ്ടാവും സ്റ്റോർ റൂമിൽ ഇങ്ങനെ കുത്തിരിക്കുണ്ടാവും. അപ്പോൾ ആ കുട്ടീനെ കണ്ട എന്തേക്കാരം ആ അമ്മ പിടിച്ചുകാണ്ട് അടിച്ചല്ലേ ചെയ്യുക, ആദ്യം അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മക്കുക ചെയ്യുക. പിന്നെ അടിച്ചപ്പോൾ അടിയൊക്കെ പൊട്ടിന്ന് വരും. അതൊരു വികാരമാണ്, അതൊരു ഫീലിംഗാണ്. ആ സീന് കാണിച്ചു കൊടുക്കണം അള്ളാഹിൻ്റെ റസൂല്. ഇങ്ങോട്ട് നോക്കി ഈ കുട്ടീനെ അമ്മ തീയിൽ കൊണ്ടേയിടുവോ? അപ്പോൾ സഹാബത്ത് ഒരിക്കലും ഇല്ല പ്രവാചകരെ, എങ്ങനെയാണ് ഈ ഉമ്മ ആ കുട്ടീനെ നേരെ നീ തീ കൊണ്ടേയിടുക? ഈ കുട്ടീനെ ഈ ഉമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരടിമയെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. അപ്പം അങ്ങനത്തെ ഒരു അള്ളാഹ് ഉണ്ട്. ആ അള്ളാഹുവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അള്ളാഹിനോടാണ് ഞാൻ ഈ നിസ്കാരത്തിന് ശേഷം ജീവിതകാലം മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചത് ആ അള്ളാഹുവിനോടാണ്. ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞത് ആ റബ്ബിനോടാണ്. ഞാൻ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞത് ആ അള്ളാഹുവിനോടാണ്. ഞാൻ വിശ്വസിക്കുന്നത് ആ അള്ളാഹുവിലാണ്. ഞാൻ പ്രതിസന്ധികളിൽ തവക്കുൽ ചെയ്യുന്നത് ആ അള്ളാഹുവിലാണ്. ഞാൻ പ്രതീക്ഷ വെക്കുന്നത് ചെയ്തു പോയ പാപങ്ങൾ ഓർത്ത് ആ പാപങ്ങൾ എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ആ റബ്ബിലാണ്. അതുകൊണ്ട് ആ റബ്ബിനെ കൈവിടൂല. അതൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ഉമ്മ നിങ്ങളെന്നെ സ്വർഗത്തേക്കാക്കുമെങ്കിൽ നിങ്ങളെക്കാൾ ഇന്ന് സ്നേഹിക്കുന്ന എൻ്റെ റബ്ബിനെ കൈവിടുമെന്നാണ്. അങ്ങനെ പടച്ചോനെ അറിയാനും കാണാനും അറിയാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും ആരാധിക്കാനും, അങ്ങനെ ആരാധിക്കുമ്പോൾ അങ്ങനെ സ്നേഹിക്കുമ്പം എങ്ങനെ നമ്മൾ ശിർക്ക് ചെയ്യുക? എങ്ങനെ നമ്മൾ അള്ളല്ലാത്ത ഒരാളെ വിളിക്കുക? അള്ളാഹിനോട് എങ്ങനെ നമുക്ക് ദേഷ്യം തോന്നുക? അള്ളാഹിനോട് എങ്ങനെ നമുക്ക് വിഷമം തോന്നുക? അള്ളാഹിൻ്റെ ഏത് കാര്യം നമുക്ക് ഹൈറാണ് എന്ന് ഒരാൾക്ക് വിശ്വസിക്കാൻ സാധിച്ചാൽ, ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, നമ്മളെ ജീവിതത്തിൽ ബാധിക്കുന്ന പ്രതിസന്ധികളിൽ അള്ളാഹിനോട് നമുക്ക് എങ്ങനെ വെറുക്കാൻ തോന്നുക? അള്ളാഹിനെ നമ്മളെങ്ങനെ വെറുക്കുക? ഒരിക്കലും കഴിയില്ല. അപ്പം അങ്ങനെ അള്ളാഹുവിനെ അറിയലാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അള്ളാഹുവിനെ മനസ്സിലാക്കലാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അള്ളാഹുവിനെ ഈ ആകാശത്തിൻ്റെ ഉച്ചിയോളം നിങ്ങൾ പാപങ്ങൾ ചെയ്താലും അത് മുഴുവൻ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുമെന്നാണ് അല്ലേ? സമുദ്രത്തിലെ നുരകളോളം നിങ്ങൾ പാപങ്ങൾ ചെയ്താലും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ശിഷ്ടജീവിതം നന്നാക്കിയാൽ അള്ളാഹു പുറത്തു തരുമെന്നാണ്. അള്ളാഹു കാരുണ്യവാനാണ്. ആ അറിവ് നമുക്ക് നൽകുന്ന ധൈര്യമുണ്ട്. ആ അറിവ് പോലും ആരാധനയാണ്. അങ്ങനെ പടച്ചോനെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെ എന്താണ്? പടച്ചോനെ പ്രതീക്ഷിക്കുക എന്നുള്ളത് തന്നെ എന്താണ്? അത് ആരാധനയാണ്, ഇബാദത്താണ്. അള്ളാഹിനെ സ്നേഹിക്കുക എന്നുള്ളത്, അള്ളാഹിനെ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ എന്നാണ്. അശദ്ദു ഹുബ്ബൻ ലില്ലാ. വിശ്വാസികൾ ആരാണ്? അള്ളാഹുവിനോട് അതിശക്തമായ പ്രണയമുള്ളവരാണ്, പ്രേമമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. അള്ളാഹുവിനെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നവരാണ് ഒരു വിശ്വാസി. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് ഒന്നും നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരില്ല അല്ലേ? സാമ്പത്തികമായി പ്രയാസം ഉണ്ടായി, മക്കൾക്ക് അസുഖമുണ്ടായി അല്ലേ, വീട് പ്രശ്നം വന്നു, എല്ലാത്തിനും നമ്മൾ ചലഞ്ച് ചെയ്യപ്പെട്ടാലും എന്താണ്? അള്ളാഹു അലീമാണ് എന്നുള്ളൊരു അറിവുണ്ട്. എന്താണ്? ഇതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. പിന്നെ എൻ്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നുണ്ട്, സമീഅാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിവുള്ള മുജീബാണ് അള്ളാഹു എന്ന അറിവ് ഇല്ലേ? ഇതിൻ്റെ അപ്പുറത്തോ ഇതിൻ്റെ പരിഹാരം എന്താണ്, ഇതിൻ്റെ പരിഹാരം എന്താണ് എന്ന് എന്നെക്കാൾ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് എൻ്റെ റബ്ബ് അല്ലേ? ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിവുള്ള ഖദീറാണ് എൻ്റെ റബ്ബ്. ഇതെന്നെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹു അറിവുള്ളവനാണ് അല്ലേ? എൻ്റെ പ്രയാസങ്ങൾ അറിയുന്നവനാണ്. അള്ളാഹു എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അള്ളാഹു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവനാണ്. അള്ളാഹു ഇതിനുള്ള പരിഹാരം ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അങ്ങനത്തെ ഒരു അള്ളാഹുവിൻ്റെ വലിയാണ് നമ്മളെന്ന് പറയുമ്പോൾ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൻ്റെ ഒരു കിതാബുണ്ട്, അള്ളാഹിൻ്റെ കൂട്ടുകാരും ഷെയ്ത്താൻ്റെ കൂട്ടുകാരും, ഔലിയാ ഉല്ലാഹി വ ഔലിയാ ഉശയാത്തി എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം നല്ല സുന്ദരമായ ഒരു ചർച്ച പറയുന്നുണ്ട്. അതായത് ഒരാൾ എന്താണ് നല്ല പൈസക്കാരനായ മുസ്ലിം ആകണതാണോ നല്ലത്, അതല്ല പാവപ്പെട്ട മുസ്ലിം ആകണതാണോ നല്ലത്? അള്ളാഹിൻ്റെ അടുക്ക ഏറ്റവും നല്ല ദറജ ആർക്കാണെന്നാണ്. അതായത് നല്ല പായേരം പിടിച്ചൊരു ചങ്ങായി അല്ലേ, ഇടങ്ങേറ്, പെരയിൽ അസുഖം, അതേപോലെ സാമ്പത്തികമായ പ്രശ്നം, വീടില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഉമ്മാക്ക് അസുഖം, മക്കൾക്ക് മാനസികം, അങ്ങനെ എല്ലാം കൊണ്ട് പായേരം പിടിച്ചൊരു ചങ്ങായി, പക്ഷെ നല്ല വിശ്വാസിയാണ്.
ഓനാണോ നല്ലത്? ഭയങ്കര പൈസക്കാരൻ, എല്ലാ ജാതി വണ്ടിയുണ്ട്, പൈസ അങ്ങനെ പൈസ പറക്കുക. നിങ്ങൾ പള്ളിക്ക് പോയി ചോദിച്ചാലും പൈസ തരും, എന്തിനും പൈസ, എല്ലാത്തിനും അള്ളാൻ്റെ മാർഗ്ഗത്തിൽ എത്രയും കൊടുക്കും. തഹജ്ജുദ് നിസ്കരിച്ച് നല്ല 1-ാം നമ്പർ മനുഷ്യൻ. ഏതാണ് പടച്ചോൻ്റെ അടുത്ത് ദറജ കൂടുതലുള്ള ആൾ? ആർക്കാണ് പടച്ചോൻ്റെ അടുത്ത് ദറജ? ഈ പാവപ്പെട്ട മുസ്ലിമിനാണോ പൈസക്കാരനായ മുസ്ലിമിനാണോ എന്നാണ്. അതാണ് ചർച്ച. നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് പൈസക്കാരനായ മുസ്ലിം ആകാനാണോ അത് പാവപ്പെട്ട മുസ്ലിം ആകാനാണോ? അപ്പോൾ ഈ ചർച്ചയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തുള്ള സംഭവങ്ങളൊക്കെ ചർച്ചയിൽ പറയുന്നുണ്ട്. അതായത് മദീനയിൽ അഹ്ലു സുഫ എന്ന് പറഞ്ഞിട്ട് കുറേ സഹാബികളുണ്ടായിരുന്നു. തിന്നാനും ഒന്നിനും വകല്ലാത്ത വളരെ ദരിദ്രന്മാരായ സഹാബത്ത്. ഒരു പള്ളിക്ക് അങ്ങനെ ദിക്റും ചൊല്ലി കുത്തിരിക്കുക ചെയ്യുക. വളരെ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന, തിന്നാൻ പോലും കിട്ടാത്ത ആൾക്കാർ, സഹാബികൾ. അപ്പോൾ അവരിങ്ങനെ ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെയും ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലത്തെ ആൾക്കാരെ തബൂക്ക് പോകണമെന്ന് പറയുമ്പോൾ 1000 ഒട്ടകത്തൊക്കെ കൊടുക്കുന്ന മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കാൻ സ്ഥലമല്ല, പള്ളി ചെറുതാണ്, സഹാബികളുടെ എണ്ണം കൂടി വരികയാണ്. മസ്ജിദ് നബവിയിൽ സഹാബികളെ കൊള്ളാണ്ടായി. അപ്പോൾ പള്ളി വലുതാക്കണമെങ്കിൽ ഇനി അപ്പുറത്തെ സ്ഥലം യഹൂദന്മാരെന്താണ് അത് വാങ്ങണം, നല്ല വില ചോദിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലം ആര് മസ്ജിദുൻ നബവിക്ക് ആര് വാങ്ങിത്തരുന്ന ചോദിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അന്നത്തെ കാലത്ത് 1000 ദീനാർ കൊടുത്തിട്ട് ആ സ്ഥലം മസ്ജിദുൻ നബവിക്ക് വാങ്ങിക്കൊടുത്തു. ഇന്നും ഇന്ന് മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് അസറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞപ്പം ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ വാങ്ങിക്കൊടുത്ത സ്ഥലത്ത് നിസ്കരിച്ച ആൾക്കാരുടെ കൂലി ഉസ്മാനുള്ളാഹിനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് എത്ര നിസ്കാരങ്ങൾ, എത്ര വലിയ ആൾക്കാരുടെ നിസ്കാരങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ പേരിൽ രേഖപ്പെടുത്തി കിട്ടണം. ആ സ്ഥലം കൊടുത്തുകൊണ്ടാണത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു മനസ്സ് സഹോദരങ്ങളെ നമുക്കുണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അഹ്ലു സുഫയിൽപ്പെട്ട സഹാബിമാർക്ക് ഈ സമ്പത്തുള്ള സഹാബിമാരോട് ചെറിയൊരു വിഷമം. കാരണം ഒരു നബിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഓരിങ്ങനെ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ എത്രയാണ് കൊടുക്കുന്നത്, എത്രയോ പ്രതിഫലമാണ് ഒരു വാങ്ങിക്കൂട്ടുന്നത്, ഞങ്ങളുടെ അടുത്ത് 5 പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ, ഉണ്ടെങ്കിൽ ഞങ്ങളും തരൂലേന്നാണ്. അപ്പോൾ നബി ഓരോ വിഷമം കണ്ടിട്ട് നബി ഓരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ ഒരു 33 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 33 വട്ടം അല്ലാഹു അക്ബർ ചൊല്ലിക്കോളി, നിങ്ങൾക്ക് മോലെ ദർജ കിട്ടാൻ അതാ നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ ബലി നമ്മളിപ്പോൾ ഈ ചെല്ലുന്ന സുബ്ഹാനല്ലാഹ് ഉണ്ടല്ലോ, ഇത് അങ്ങനെ ഉണ്ടായതാണ്. അങ്ങനെ ഇവർ മെല്ലെ ചെല്ലാൻ തുടങ്ങി, ഇവർ നിസ്കാരം കഴിഞ്ഞേക്ക്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പം ഇവരിങ്ങനെ ഈ പൈസക്കാരായ സഹാബിമാർ എന്താ ഇവരിങ്ങനെ ചെല്ലണം നിസ്കാരം കഴിഞ്ഞിട്ട്, നമ്മൾ ചെല്ലാത്ത എന്താ ഇവർ ചെല്ലണമെന്ന് അന്വേഷിച്ചപ്പം ഇതാണ് സംഭവം. അങ്ങനെ ഓരും ചെല്ലാൻ തുടങ്ങി. ഇത് പൈസക്കാരായ സഹാബിമാർ സുബ്ഹാനല്ലാഹ് എല്ലാം തുടങ്ങി, അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എല്ലാം തുടങ്ങി. അപ്പോൾ ഒരു പിന്നെ നബിൻ്റെ അടുത്ത് വന്നു, അല്ല നബി അത് ഓരും ചെല്ലാൻ തുടങ്ങിയാലോ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യിച്ചു? അപ്പോൾ ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ എന്നാണ്. അള്ളാൻ്റെ ഫദ്ലാണ് പൈസ എന്നാണ്, അത് അള്ളാഹ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. എന്നിട്ട് അവസാനം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ആ ചർച്ച അവസാനിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ്. കാരണം നമുക്ക് പറയാൻ കഴിയൂല ആരാണ് അള്ളാൻ്റെ അടുക്കൽ ദറജുള്ള ആളെന്ന്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയനായവൻ ഏറ്റവും നല്ല തഖ്വയുള്ളവനാണ്. തഖ്വ ഹൃദയത്തിലാണ്, നമുക്ക് പുറത്തുനിന്ന് പറയാൻ കഴിയൂല. അത് പടച്ചോന് മാത്രം അറിയുന്ന കാര്യമാണ്. ആർക്കാണ് പടച്ചോൻ, ആരടുത്താണ് കൂടുതൽ തഖ്വയുള്ളത്, ആർക്കാണ് പടച്ചോനെ കൂടുതൽ സ്നേഹവും പേടിയും പ്രതീക്ഷയൊക്കെ ഉള്ളത് എന്നുള്ളത് പടച്ചോന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ തഖ്വയാണ് വേണ്ടത്. നാളെ പടച്ചോൻ്റെ മുമ്പിൽ ഹാജരാകുമ്പം ആ തഖ്വ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അള്ളാനെ നമ്മൾ അറിയേണ്ട മാതിരി എന്ത് ചെയ്യണം? അള്ളാനെ അറിയണം, അള്ളാനെ മനസ്സിലാക്കണം. അതെങ്ങനെയാണ്? അത് ഈ ഖുർആനിലൂടെയാണ്, അത് ഈ ഹദീസിലൂടെയാണ്, അത് അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങളിലൂടെയാണ്. അള്ളാൻ്റെ റസൂല് നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആ കൂടുതൽ അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റുക അല്ലേ? അപ്പോൾ ഷിർക്ക് വരാൻ പാടില്ല. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഷിർക്ക് സംഭവിക്കരുത്. ഷിർക്ക് സംഭവിച്ചാൽ നമ്മളെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ബാത്തിലായിപ്പോവും. എന്താ ഷിർക്ക് പറഞ്ഞാൽ? അള്ളാനെ നമ്മൾ അല്ലാത്ത ആൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. എത്രയോ ആൾക്കാർ മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ, യാഹൂത്തങ്ങളെ കാക്കണേ, മമ്പുറത്ത് തങ്ങളെ കാക്കണേ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അവിടെ പോയി കണ്ട് നൂലും വെള്ളവും കൊണ്ടുവന്ന് കണ്ട് കെട്ടും കുടിച്ചൊക്കെ ചെയ്തിട്ട് അതാ തങ്ങൾ പാപ്പാൻ്റെ ബർക്കത്തുകൊണ്ട് മാറുന്നു. സഹോദരങ്ങളെ, അസുഖം മാറ്റുന്നത് അള്ളാഹുവാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ ആ പ്രയാസം നീക്കം ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എന്നെ ബാധിക്കുന്ന ഏതൊരു പ്രയാസവും അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത് മാറ്റാൻ അത് അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. അത് എവിടെയെങ്കിലും നൂലും വെള്ളവും കൊണ്ടുവന്ന് കുടിച്ചോണ്ടോ കെട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാരം മൂടിയ തുണി കൊണ്ട് മൂടിയാലോ സഹോദരങ്ങളെ, എന്നെ ബാധിച്ച പ്രശ്നങ്ങളെ മാറ്റാൻ ആ തങ്ങൾ മരിച്ച് മൺമറഞ്ഞു പോയ ഒരു തങ്ങൾ പാപ്പാക്കും കഴിയില്ല. അത് അള്ളാഹു പഠിപ്പിച്ചതാണ്. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ സത്യം ചെയ്ത് പറയാൻ പാടുള്ളൂ. അല്ല, ഇവിടെ എത്ര ആൾക്കാർ പണ്ടക്കരകൾ മമ്പുറത്ത് തങ്ങൾ പാപ്പ സത്യം എന്ന് പറയും. പഠിച്ചോ അള്ളാഹു സത്യം എന്ന് പറയാൻ ആൾക്കാർക്ക് പേടിയത്. അല്ല, അള്ളാഹു സത്യം എന്ന് പറയാൻ പേടിയില്ലേന്നു. മമ്പുറത്ത് തങ്ങളോട് സത്യം പറഞ്ഞാൽ അപ്പോൾ പേടിയാണ്, അപ്പോൾ മുണ്ടില്ല. അള്ളാഹു അള്ളാഹി ഈസി ആയിട്ട് പറയും. കാരണം അത് പിന്നെ കുറേ കഴിഞ്ഞിട്ടല്ലേ മഹ്ശറയൊക്കെ. തങ്ങൾ പാപ്പാൻ്റെ ഇപ്പം തന്നെ കിട്ടുന്ന പേടിച്ചിട്ട്
ഞങ്ങൾ പാപ്പാൻ്റെ കുരുത്തക്കേട് തട്ടുന്നു. അപ്പോൾ സഹോദരങ്ങളെ, അങ്ങനെ ഒരു കുരുത്തക്കേട് അള്ളാഹുവോ റസൂലോ വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന പോലെ നമ്മൾ ഒരാളെയും ഭയപ്പെടരുത്. അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുന്നത് പോലെ നമ്മൾ വേറൊരാളിലും പ്രതീക്ഷ അർപ്പിക്കാൻ പാടില്ല. അള്ളാഹിനോട് പ്രാർത്ഥിക്കണ പോലെ വേറൊരാളോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അതുതന്നെയാണ് ആരാധന എന്ന് പറഞ്ഞാൽ. അള്ളാഹിനെ പറ്റി സത്യം ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹ്ക്ക് നേർച്ച നേരാൻ പാടുള്ളൂ. അള്ളല്ലാത്ത ഒരാളെ പേരിൽ നമ്മൾ നേർച്ച നേരാൻ പാടില്ല. അതൊക്കെ അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും. അതൊക്കെ നമ്മളെ ശിർക്ക് ാണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്ന കാര്യങ്ങൾ ഇഖ്ലാസോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച പോലെ ഇത്തിബാഴുമാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹിൻ്റെ റസൂൽ എങ്ങനെയാണോ പഠിപ്പിച്ചത്, നിസ്കാരാകട്ടെ, നോമ്പാകട്ടെ, ഏത് ആരാധനാ കർമ്മങ്ങളും അള്ളാഹിൻ്റെ റസൂൽ എങ്ങനെയാണോ പഠിപ്പിച്ചത്. ഇപ്പോൾ ഒരു നബിദിനം വന്നു അല്ലേ, നബിദിനം കഴിഞ്ഞു പോയി, നമ്മളെന്തേ ഒരു സലാത്ത് ചെല്ലാഞ്ഞത്? നമ്മൾ സലാത്ത് ആൾക്കാർ ഇപ്പോഴും എത്രയോ വിദ്യാഭ്യാസമുള്ള വലിയ ആൾക്കാർ. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറയണം, ഞാൻ എന്താണ് മുജാഹിദീങ്ങൾ സലാത്ത് ചെല്ലൂലെന്ന്. അദ്ദേഹത്തോട് പറയണം, ഈ മുജാഹിദ് ആകരുത് കേട്ടോ, ഈ മുജാഹിദ് ആകരുത്. കാരണം ഒരു നബിനെ സ്നേഹിക്കാത്തവരാണ്, ഒരു സലാത്ത് ചെല്ലൂലെന്ന്. സഹോദരൻ, നമ്മൾ സലാത്ത് ചെല്ലാത്തവരാണോ? വെള്ളിയാഴ്ച നമ്മൾ സലാത്ത് ചെല്ലില്ലേ? കാരണം വെള്ളിയാഴ്ച സലാത്ത് വർദ്ധിപ്പിക്കാൻ നബി പറഞ്ഞതാണ് അല്ലേ? നമ്മൾ റബിയുൽ അവലിന് സലാത്ത് ചെല്ലിയിട്ടില്ല എന്നുള്ള. കാരണം അങ്ങനെ റബിയുൽ അവലിന് ആരും സലാത്ത് ചെല്ലിയിട്ടില്ല അല്ലേ? അള്ളാഹിൻ്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നമ്മളാണോ? അല്ലല്ലോ. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് സഹാബത്താണ് അല്ലേ? സഹാബത്ത് അവർ എന്താണ്, ത്വൽഹാ റളിയല്ലാഹു അൻഹ, നിങ്ങൾക്കറിയാം ത്വൽഹാ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉഹുദ് യുദ്ധത്തിൽ മുന്നിൽ നിന്ന് നബിനെ സംരക്ഷിച്ച ആളാണ്. ആ ശരീരത്തിൽ വെട്ടും കുത്തുമേൽക്കാത്ത ഒരു ഇടമില്ല എന്നാണ്. ത്വൽഹാ റളിയല്ലാഹുവിൻ്റെ ശരീരത്തിൽ മുറി ആകാത്തൊരു സ്ഥലം കാണാൻ പറ്റില്ല എന്ന്. അള്ളാഹിൻ്റെ റസൂലിനെ മുന്നിൽ നിന്നുകൊണ്ട് ഉഹുദ് യുദ്ധത്തിൽ സംരക്ഷിച്ച ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കയ്യോ കാലോ കുഴഞ്ഞു പോയിട്ടുണ്ടെന്നാണ്. ഒരു കയ്യോ കാലോ വെട്ടേച്ചിട്ട് പിന്നെ അനങ്ങിയിട്ടില്ല എന്നാണ്. അല്ലെ ഞരമ്പ് തളർന്നു പോയിട്ടുണ്ടെന്നാണ്. ത്വൽഹാ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പം സഹാബികൾ പറയുമായിരുന്നതാണ്, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ, സാധാരണ രക്തസാക്ഷികൾ മരിക്കുക ചെയ്യുക, പിന്നെ കാണൂല. ആർക്കെങ്കിലും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ കാണണമെങ്കിൽ ദാ ത്വൽഹാ റളിയല്ലാഹു അൻഹു കണ്ടോളിയെന്നാണ്. അത്രയും വെട്ടും കുത്തും നബിനോടുള്ള സ്നേഹം കാരണം. അവർ സ്നേഹിച്ചത്ര നമ്മൾ നബിനെ സ്നേഹിക്കുന്നുണ്ടോ? ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം പിന്നെ ബാങ്ക് വിളിച്ചിട്ടില്ല. നബിക്ക് വേണ്ടി ബാങ്ക് വിളിച്ചിരുന്നത് ബിലാലായിരുന്നു. പക്ഷേ നബി വഫാത്തായിട്ട് ബിലാൽ ബാങ്ക് വിളിച്ചിട്ടില്ല. എന്തേ ബാങ്ക് വിളിക്കാത്തത്? ഒരിക്കൽ ബാങ്ക് വിളിച്ചു, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട്, ആ മുഹമ്മദ് എന്നുള്ള പേര് പറഞ്ഞിട്ട് വിതുമ്പി ആ ബാങ്ക് അവിടെ നിർത്തിക്കളഞ്ഞു എന്നാണ്. പിന്നീട് ബിലാൽ ബാങ്ക് വിളിച്ചിട്ടുള്ളതാണ്. ആ മുഹമ്മദ് എന്ന് പേര് ബിലാലിന് പറയാൻ കഴിയില്ല നബിനോടുള്ള സ്നേഹം കൊണ്ട്. അത്രയും സ്നേഹമുള്ള ബിലാൽ, ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു സഹാബത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷമോ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു സലാത്തെങ്കിലും ചൊല്ലിയതായിട്ട് ഇത്രയേറെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹദീസുകൾ വന്നിട്ട് ഒരു ഹദീസിൻ്റെ ഒരു അറ്റത്ത് പോലും അങ്ങനെ നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരു സലാത്തോ ജന്മദിനമോ റബീഉൽ അവ്വൽ 12ൻ്റെ പ്രത്യേകതയോ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നാണ്. ആകെയുള്ളത് എന്താണ്? ആകെയുള്ളത് നിങ്ങൾ തിങ്കളാഴ്ച നോമ്പ് നോൽക്കണം, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് തിങ്കളാഴ്ച നോമ്പ് നോൽക്കുകയാണ് വേണ്ടത്, അല്ലാതെ തിങ്കളാഴ്ച ജാഥ നടത്തല്ല വേണ്ടത്. അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ കാണിച്ചു തരാത്ത ഒന്നും അത് ദീനല്ല എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, അന്നില്ലാത്തതൊന്നും ഇന്നും ദീനല്ല എന്നാണ്. ദീൻ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീനെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു എന്ന് ഹജ്ജത്തുൽ വദാഇൻ്റെ പ്രസംഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് അത് പൂർത്തിയാക്കി തന്നതാണ്. അതിലേക്ക് ഇനി ഒന്നും കൂട്ടാൻ പറ്റില്ല. സുബൈൻ്റെ മുമ്പ് 2 റക്അത്ത്, അത് നമ്മളിഞ്ഞ് 4 റക്അത്താക്കാൻ പറ്റൂല സഹോദരങ്ങളെ. എല്ലാത്തിലും ദീൻ എന്ന് പറഞ്ഞത് സമാവിയാണ്. ആകാശത്തെ ലോകത്ത് നിന്ന് അള്ളാഹു ഖുർആനിലൂടെയോ ഹദീസിലൂടെയോ വഹി ഇറക്കി തന്നതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. അത് തോന്നിയത് ദീനാക്കാൻ പറ്റൂല. അതുകൊണ്ട് വളരെ സിമ്പിളാണ്. ദീനല്ലാത്ത ഒരു കാര്യം, എത്രയോ പ്രാർത്ഥനകളും എത്രയോ ദിക്റുകളും സലാത്തുകളും നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ഏതാ? നമ്മൾ നാരിയ സലാത്ത് ചെല്ലാറില്ല. കാരണം എന്താണ്? നാരിയ സലാത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല അല്ലേ? നിങ്ങൾ അല്ലാഹു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്, നിശ്ചയമായും മലക്കുകളും അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലിന് സലാത്ത് ചെല്ലുന്നു എന്ന് പറയുമ്പം നിങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിന് സലാത്ത് ചെല്ലണം എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങിയപ്പം സഹാബത്ത് വന്നിട്ട് നബിനോട് ചോദിക്കുകയാണ്,
നബിയെ അള്ള പറയണ്ടല്ലോ സലാത്ത് ചെല്ലണം, സലാമു ചെല്ലണം എന്ന്. സലാമ് ഞങ്ങൾ ചെല്ലാറുണ്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാ ഞങ്ങൾ പറയലുണ്ട്. പക്ഷേ ഈ സലാത്ത് എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്ന് ഈ ആയത്തിറങ്ങിയപ്പം സഹാബത്ത് വന്ന് ചോദിക്കണം നബിനോട്. അപ്പം നബി പറയാണ് ഇങ്ങനെയാണ് നിങ്ങൾ സലാത്ത് ചെല്ലേണ്ടതെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെടുത്ത സലാത്താണ് ഇബ്രാഹീമി സലാത്ത്. നമ്മൾ അത്തയ്യാത്തിലും മയ്യത്ത് നിസ്കാരത്തിലൊക്കെ ഓതുന്ന സലാത്തില്ലേ, ആ സലാത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെടുത്ത സലാത്ത്. ആ സലാത്താണ് നമ്മൾ ചെല്ലലുള്ളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മുജാഹിദീങ്ങൾ ചെല്ലാത്ത എന്തുകൊണ്ടാണ്? അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത് എന്ന്. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്നാണ് അള്ളാന്റെ റസൂൽ ചൊല്ലിക്കൊടുത്തത്. ആ സലാത്താണ് നമ്മൾ ചെല്ലുന്നത്. അതുകൊണ്ട് അള്ളാൻ്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത്, നാരിയ സലാത്ത് എന്ന് പറഞ്ഞാൽ ഏതോ കുറേ കാലങ്ങൾക്ക് ശേഷം ഏതോ ഒരു ചങ്ങായി ഉണ്ടാക്കിയ സലാത്താണ്. ആ സലാത്താണോ നമ്മൾ ചെല്ലേണ്ടത് സഹോദരങ്ങളെ? അത് അള്ളാൻ്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചെടുത്ത് ഓതിക്കൊടുത്ത് പഠിപ്പിച്ച സലാത്താണോ നമ്മൾ ചെല്ലേണ്ടത്? അതുകൊണ്ട് നമുക്ക് ആരോടും ഒരു ദേഷ്യമില്ല. ഇത് നമ്മൾ എന്തോ ഇത് വേറിട്ട് നിൽക്കാൻ വേണ്ടിക്കാണ്ട് മുജാഹിദീങ്ങൾ നെഞ്ഞത്ത് കയ്യട്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ അല്ല മാറി നിൽക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമാകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നെഞ്ഞത്ത് കെട്ടുന്നത്. സ്വദർ എന്നാണ് പറയുന്നത്. ചില ആൾക്കാർ ഇവിടെ കൊണ്ടുപോയി കെട്ടണം, അവിടെ നിന്ന് കിട്ടുന്നത് ശരിയല്ല എന്നാണ് അഭിപ്രായക്കാരനാണ് നമ്മൾ. സ്വദറിൽ കെട്ടണം എന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ ആ പള്ളമ്മൽ അല്ലെങ്കിൽ പറ്റ താഴത്ത് കെട്ടണമെന്ന് നമുക്ക് സ്വദറിന് അർത്ഥം വെക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, അങ്ങനെ കൈ കെട്ടണം. അപ്പോൾ എന്ത് കാര്യം അള്ളാൻ്റെ റസൂൽ എന്താണോ കൽപ്പിച്ചത് അതാണ് ദീന്, അതാണ് നമ്മൾ ചെയ്യണത്. അതുകൊണ്ട് ആ ദീനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് സഹോദരങ്ങളെ നാളെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉണ്ടാകുക. കാരണം നാളെ ഔദുൽ കൗസറിൻ്റെ അടുത്തേക്ക് എല്ലാവരും വരുന്നതാണ്, മുസ്ലിങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറേ ആൾക്കാരവിടുന്ന് ആട്ടിവിടുന്നതാണ്. ഫസ്ഹക്കൻ മാറിപ്പോകൂ എന്ന് അള്ളാൻ്റെ റസൂല് ഈ ഉമ്മത്തിനോട് പറയാൻ ആലോചിങ്ങൾ. അള്ളാൻ്റെ റസൂലിനോട് ഈ ഉമ്മത്തിനോട് അള്ളാൻ്റെ റസൂലിന് എത്ര സ്നേഹമുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകും. ഒരൊറ്റ ആയത്തോതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരം പുലരുവോളം കരഞ്ഞു എന്നാണ്. നേരം വെളുക്കോളം അള്ളാൻ്റെ റസൂൽ ഒരൊറ്റ ആയത്തോതി കരഞ്ഞു എന്നാണ്. ഏതാണ്? പ്രവാചകരെ നിങ്ങളെ നാം ഈ ഉമ്മത്തിന് സാക്ഷിയായി കൊണ്ടുവരും എന്ന ആയത്തോതി നബി അവിടെ നിർത്തിയതാണ്. പിന്നെ ആയത്തിൻ്റെ അപ്പുറത്തേക്ക് നബി ഓതണില്ല. ആയത്തന്നെ ഓതി നൊളോളിച്ച് നേരം വെളുത്തു എന്നാണ്. ആലോചിച്ച് നിങ്ങൾ, നാളെ അള്ളാൻ്റെ റസൂലിനെ ഈ ഉമ്മത്തിനെ സാക്ഷിയാക്കിയിട്ട് നാളെ നബിനെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പം ഈ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര സ്നേഹമുണ്ടായിരുന്നു അല്ലേ? 50 വക്ത് മീറാജിൻ്റെ രാത്രി നിസ്കാരം കൊടുത്തപ്പം 9 നടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് നിങ്ങൾ ആലോചിക്കി അത് 5 വക്താക്കിയത്. നിങ്ങൾക്ക് പറ്റുമോ? നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വില്ലേജ് ഓഫീസിൽ നിന്ന് ശരിയാക്കി കൊണ്ടുവന്നിട്ട് നമ്മളോട് പറഞ്ഞു ഒന്നുകൂടി പോയിട്ട് ശരിയാക്കണം എന്ന് പറഞ്ഞാലേ വേറെ ആളെ നോക്കറിയും, വേറെ ആളെ നോക്കും ഞാൻ അറിയും. 10 നടത്തം നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? എന്തിനു വേണ്ടി ഇങ്ങോട്ട് വരും. അപ്പം മൂസാ നബി പറയും പോരട്ടോ മുഹമ്മദേ, എൻ്റെ ഉമ്മത്തിന് കഴിയൂലട്ടോ. പിന്നെയും പോയി 5 ആക്കി. ഈ 5 തന്നെ നമുക്ക് വഹിക്കില്ല. ചില ആൾക്കാർ പറയും ചില ആൾക്കാർ ജോലിക്കൊക്കെ പോയാൽ പറയും ഓൻ നിസ്കരിച്ചാനേ നേരമുള്ളൂ പറയും. ഓൻ ദുഹറിനൊന്ന് പോവും, പിന്നെ നസറിന് പോവും, പിന്നെ മഗ്‌രിബിന് പോവും, പിന്നെ ഇശാക്കൊന്ന് പോവും, പിന്നെ സുബഹി ഒന്ന്, പിന്നെ അതിൻ്റെ ഒരു സുന്നത്തും ഒക്കെ കൂടി ആയിട്ട് പോകുന്ന നിസ്കരിച്ചാനേ നേരമുള്ളൂ പറയും. ഈ 5 വക്തിൻ്റെ കാര്യം. അപ്പോൾ 50 വക്തിൻ്റെ അവസ്ഥ എന്തേക്കാം അല്ലേ? തറാവി നിസ്കാരം എന്താണ്? തറാവിൻ്റെ വിഷയത്തിൽ എന്താ സംഭവിച്ചത്? അള്ളാൻ്റെ റസൂൽ ആകെ 2 ദിവസമാണ് പള്ളിക്കന്ന് തറാവി നിസ്കരിച്ചു ജമാഅത്തായിട്ട്. ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. അപ്പോൾ പള്ളിക്കൽ എന്ത് ചെയ്തു? ആരും ഉണ്ടായിരുന്നില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്ക് നബി എന്ത് ചെയ്തു? വന്നിട്ട് നിസ്കരിച്ചു. അപ്പോൾ അവിടെ ആകെ കുറച്ച് പള്ളിക്ക് അഹ്ലു സുഫൻ്റെ കുറച്ച് ആൾക്കാർ മാത്രമേ പള്ളിക്കലുള്ളൂ. ഒരു കൂടി ജമാഅത്ത് നിസ്കരിച്ചു. അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇൻ്റർനെറ്റും ഫോണും മൊബൈലൊന്നുമില്ല. എല്ലാവരും വിളിച്ച് മെസ്സേജ് അയക്കും നബി നിസ്കരിച്ചിട്ടുണ്ടോ, എല്ലാവരും വണ്ടി എന്നോളി അറിയും. ഇതാവുന്നില്ല. പിന്നെ അങ്ങനെ ആൾക്കാർ അങ്ങാടിയിൽ നിന്ന് കണ്ടപ്പം പറഞ്ഞു ഇന്നലെ നബി ഇശാ നിസ്കരിച്ച് കഴിഞ്ഞ് പോയിട്ട് പിന്നെയും വന്നുകാണ്ട് തറാവി നിസ്കരിച്ചിരുന്നത്. അങ്ങനെ പിറ്റേന്ന് പള്ളിക്ക കുറച്ചും കൂടി തോന ആൾക്കാർ കേട്ടും കണ്ടൊക്കെ അറിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ജമാഅത്തായി നിസ്കരിച്ചു. 3-ാമത്തെ ദിവസം പള്ളി ഫുള്ളാ. എല്ലാവരും അറിഞ്ഞു നബി തറാവി നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇശാക്ക് ശേഷം നബി ജമാഅത്തായിട്ട് തറാവി നിസ്കരിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞ് പള്ളി ഫുള്ളായി. നബി ഇശ കഴിഞ്ഞ് നബിൻ്റെ മസ്ജിദ് നബവിയിൽ പോയവർക്കറിയാം നബിൻ്റെ മിമ്പറും നബിൻ്റെ റൂമും തമ്മിൽ എത്ര വ്യത്യാസമാണ്. അടുത്തടുത്താണ്. ഒരാൾ പോയി നോക്കിയില്ല. വാതിൽ മുട്ടി നബിയെ ഞങ്ങൾ നിസ്കരിച്ചാൽ റെഡി ആയിക്കണെന്ന് പറഞ്ഞില്ല. സുബൈക്ക് നബി ഇങ്ങനെ സുബൈ നിസ്കരിച്ചാൽ വന്നപ്പോണ്ട് ആൾക്കാർ ഉറങ്ങിയും തൂങ്ങി ഇങ്ങനെ കുത്തിരിക്കണം പള്ളിക്ക്. എല്ലാവരും പള്ളി ഫുള്ളാ. എന്താ ഇപ്പോൾ ചോദിച്ചു? അല്ല നിങ്ങൾ തറാവിക്ക് വരും വിചാരിച്ച് നിൽക്കണേ ഞങ്ങൾ
ഞാനേ മനഃപൂർവ്വം വരാമെന്നാണ്. കാരണം ആവേശമൊക്കെ കൂടി കണ്ടപ്പോൾ എനിക്കൊരു പേടി, പടച്ചോതെങ്ങാനും നിർബന്ധമാക്കിയാലോ ഇങ്ങൾക്ക് നിസ്കരിച്ചാൻ പറ്റും, ഇനി വരാനുള്ള എൻ്റെ ഉമ്മത്തിനെ നിസ്കരിച്ചാൻ കഴിയൂല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. ആർക്ക്? ഞമ്മക്ക് നിസ്കരിച്ചാൻ വയ്ക്കൂല എന്ന് പേടിച്ചിട്ടാണ് അള്ളാൻ്റെ റസൂൽ തറാവിക്ക് വരാമെന്ന് 3-ാമത്തെ ദിവസം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളോടുള്ള സ്നേഹമാണ്. അങ്ങനെ ഉമ്മത്തിനെ സ്നേഹിച്ച അള്ളാഹുവിൻ്റെ റസൂല് നാളെ ഹൗദുൽ കൗസറിൻ്റെ വക്കത്ത് വെച്ചിട്ട് പൊയ്ക്കോളി ഇടാന്ന് ചില ആൾക്കാരോട് പറയുന്നതാണ്. മാറിപ്പോകും എന്ന് പറയും. ആരോടാണ്? എൻ്റെ മരണം, എനിക്ക് ശേഷം എൻ്റെ ദീനിൽ ഈ മതത്തിലില്ലാത്തത് പുതുതായി കടത്തിക്കൂട്ടിയ ആളുകൾ അവിടെ നിന്ന് ആട്ടിവിടുന്നതാണ്. അതുകൊണ്ട് അള്ളാൻ്റെ റസൂല് കാണിച്ചു തരാത്തൊരു ഇബാദത്തും ഒരു ചര്യയും നമ്മൾ ജീവിതത്തിൽ കൊണ്ടടക്കരുത്. എത്രയോ പഠിപ്പിച്ച് എത്രയോ നിസ്കാരങ്ങളും ദിക്റുകളും ദുആകളും എത്രങ്ങാനുണ്ട് സഹോദരങ്ങളെ, അതെന്നെ ചെയ്താൽ തീരൂല. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച കൃത്യമായ മാർഗദർശനമുള്ള വഹിയുള്ള ഹദീസും ഖുർആനും കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് ഒരു വഞ്ചനയുടെ ചരക്കാണ്. അത് നമ്മളെങ്ങനെ കബളിപ്പിച്ചു കൊണ്ടേ ഞാൻ മുന്നോട്ട് പോകും. ഒരാളും ദുനിയാവിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായി സംതൃപ്തനാകാൻ കഴിയില്ല. ദുനിയാവ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത് വഞ്ചിക്കുമെന്ന് പറഞ്ഞത്. അത് വഞ്ചനാ ചരക്കാണെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഒരാൾക്ക് ഹാപ്പി ആകാൻ പറ്റൂല. നമ്മൾ വിചാരിച്ചെന്താണ്? ഇപ്പോൾ ചില ആൾക്കാർ പറയും, ഞാൻ എൻ്റെ ഒരു കച്ചവടമുണ്ട്, ചെറിയൊരു കച്ചവടമുണ്ട്, അതൊന്ന് നന്നായ ഇൻഷാ അല്ലാഹ് അതൊരു ലാഭം കിട്ടി അത്യാവശ്യം ആയാൽ ഞാൻ എൻ്റെ പരിപാടിയൊക്കെ നിർത്തി, ഞാൻ കറക്റ്റ് നിസ്കാരത്തിന് വരും, ഞാൻ ഉംറക്ക് ഹജ്ജിനൊക്കെ ഞാൻ ഉണ്ടാവും, ഞാൻ വളരെ സജീവയിക്കാരെന്നാണ്. ഒരു കുന്തുണ്ടാവില്ല. ആ പീടിയുടെ നന്നായ എന്തെയും? എടക്കരങ്ങാടിയിലെ പീടിയ നന്നായ ചുങ്കത്തറങ്ങാടിയിൽ പീടി തുടങ്ങും. ചുങ്കത്തറങ്ങാടിയിലെ പീടിയ നന്നായ നിലമ്പൂരങ്ങാടിയിൽ ഓൻ്റെ പീടി തുടങ്ങും. നിലമ്പൂരങ്ങാടിയിൽ പീടി എന്നാവും മഞ്ചേരിക്ക് ഇറങ്ങും. മഞ്ചേരി ഉണ്ടായവനോ കൊണ്ടോട്ടിക്ക് പോകും. മഞ്ചേരിയും കൊണ്ടോട്ടിയും ചുങ്കത്തറയൊക്കെ ഉസാറായ ഓൻ ദുബായിൽ ഷോപ്പിടും. ഓനെ തീരെ കിട്ടൂല നിങ്ങൾക്ക്. അതാണ് ദുന്യാവിൻ്റെ അവസ്ഥ. ദുന്യാവോടെ നിൽക്കാൻ വയ്ക്കൂല. ആദമിൻ്റെ മക്കൾക്ക് സ്വർഗത്തിൻ്റെ ഒരു താഴ്വര കൊടുത്താലേ അടുത്ത ചോദ്യം തരവ് രണ്ടാമത്തെ തോട് എന്നാ ചോദിച്ചാൽ. രണ്ടാമത്തെ തോട് ഒരു കഥ ഉണ്ട്. ഒരു രാജാവ് ചോദിക്കൊണ്ട് ഒരു സ്ഥലം നാട്ടിൽ വന്നിട്ട്, ഇവിടെ ഏറ്റവും സമാധാനമുള്ള മനുഷ്യൻ ആരാന്ന് ചോദിക്കും. അപ്പോൾ എന്തിനേക്കും? ഓൻ്റെ സമാധാനം കെടുത്തി തരാമെന്നാണ്. സമാധാനം കെടുത്തി കാണിച്ചു തരാൻ. അപ്പോൾ ഒരാളെ കാണിച്ചു കൊടുക്കും, ഇയാളാണ് ഈ നാട്ടിലെ എന്തുണ്ടായാലും കുലുങ്ങാത്ത സമാധാനമുള്ളൊരു മനുഷ്യൻ, ഇയാൾക്ക് ഉറക്കം നഷ്ടപ്പെടലിലൊക്കെ ഇയാൾ ഹാപ്പിയാണ്. അങ്ങനെ ഓൻ്റെ പെരൻ്റെ വാതിലൊക്കെ കൊണ്ടുപോയിക്കാണ്ട് ഒരു സ്വർണത്തിൻ്റെ കിഞ്ച് കൊണ്ടുപോയിട്ടു. അത് തുറന്ന് വെക്കും, അങ്ങനെ കെട്ടി തുറന്ന് വെച്ചൊരു കിഞ്ച്. അങ്ങനെ ഈ സാധു രാവിലെ നീച്ച് നോക്കുമ്പോണ്ട് ഒരു കിഞ്ച് തുറന്നിട്ടേക്കുക. നോക്കുമ്പോൾ 99 സ്വർണ്ണ നാണയം. അപ്പോൾ അയാൾ എന്താ വിചാരിച്ചാൽ നിങ്ങൾ ഒന്ന് പാരെടുത്തുകളല്ലോ, ആരെപ്പോൾ ഒന്നെടുത്ത് ഇപ്പം ഇത് തുറന്ന് കിടക്കാനുള്ളത്. അങ്ങനെ ഈ സാധുവിന് ഒരു പരിപാടി നടക്കില്ല. ഇതിങ്ങനെ ആലോചിച്ചിട്ട് ഉറക്കില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് രാജാവ് ആളെ പറഞ്ഞയച്ചു എന്തായി എന്ന്. അപ്പോൾ ഉറക്കല്ലാതെ കുത്തിരിക്കാൻ തന്നെ ആ ഒന്നിവിടെ പോയത് എന്നാണ് ഇപ്പോൾ എൻ്റെ പ്രശ്നം. അതായത് മനുഷ്യൻ്റെ അവസ്ഥയാണ്, നമ്മളവസ്ഥയാണിത്. അപ്പോൾ അതുകൊണ്ട് ദുനിയാവിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന്, ആ മാനസിക അവസ്ഥയിൽ നിന്ന് ആർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ദുനിയാവ് വേണ്ടെന്നല്ല, ആഖിറം നഷ്ടപ്പെടും. നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തരങ്ങൾ, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം തരിക. ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും അള്ളാഹുവിന് നന്ദി കാണിക്കാനുള്ളൊരു മനസ്സ് കിട്ടുക പറഞ്ഞാൽ അതാണ് ഒരാൾക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനൊരു അറബിനെ നമ്മളെ നാട്ടിൽ നിന്ന് ഈ പണ്ടത്തെ കാലത്ത് അറബിയാൾ വന്ന് കെട്ടിക്കൊണ്ടുപോകുക അറിയില്ലേ? അറബിയാൾ വന്ന് കെട്ടിക്കൊണ്ടുപോയ ഒരു പെണ്ണുണ്ട്, നമ്മളെ നാട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടുപോയതാണ്. അപ്പോൾ നമ്മൾ സൗദിയിൽ പോയപ്പം അതിൻ്റെ വീട്ടിലേക്ക് പോയി. നമ്മളെ നാട്ടിൽ നിന്ന് പോയ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഒരാൾ പരിചയപ്പെടുത്തി തന്നപ്പം അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഒരു അറബിയാണ്. അദ്ദേഹം സ്ട്രോക്ക് ആയിട്ട് ഇപ്പോൾ കുറച്ച് രോഗിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. കാരണം മലയാളിനെ കല്യാണം കഴിച്ച അറബിയാണല്ലോ, അപ്പോൾ കാണാനൊരാഗ്രഹം. അപ്പോൾ അവിടെ ചെന്നപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവെച്ചത് നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. ആ സ്ട്രോക്ക് വന്നതിലോ ഒന്നിലുമായ അദ്ദേഹത്തിന് ഒരു പ്രയാസമോ ഒരു വിഷമോ സങ്കടമല്ല. അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ് എന്താ പറയുക, സ്ട്രോക്ക് വന്നിപ്പോൾ ഞാൻ നടക്കാം, ഇങ്ങനെ ഒരു വടിയും കുത്തിയിട്ടാണ് നടക്കണത്. ഞാൻ ഇപ്പോൾ വടിയും കുത്തി നടക്കും, എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും, അൽഹംദുലില്ലാ. ഞങ്ങൾ അൽഹംദുലില്ലാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണേ. എൻ്റെ തിങ്കളും വ്യാഴം ഞാൻ സുന്നത്ത് നോമ്പ് നോൽക്കലുണ്ട്, അതിപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങി. എൻ്റെ നിസ്കാരം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ്. അതായത് അള്ളാഹുവിനുള്ള ഇബാദത്ത് നിലനിർത്താൻ കഴിയുന്നതിൽ ഞാൻ അങ്ങേ അറ്റത്തെ സന്തോഷവാനാണ്.
അപ്പോൾ ആ ഒരു മനസ്സ് കിട്ടുക എന്നുള്ളതാണ്. ഏതൊരവസ്ഥയിലും പടച്ചോന് നന്ദി കാണിക്കാനും പടച്ചോനെ ആരാധിച്ച് ജീവിക്കാനും പറ്റുന്നുണ്ടല്ലോ റബ്ബേ എന്ന് ഒരാൾക്ക് ആശ്വസിക്കാൻ പറ്റുന്നുണ്ട്, അതിൽ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലൊരു മനസ്സില്ല എന്നാണ്. അതാണ് ഈ ദുനിയാവിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം. അനുഗ്രഹങ്ങൾക്ക് നന്ദി ഏതവസ്ഥയിലും നന്ദി കാണിക്കാനുള്ളൊരു മനസ്സ് പടച്ചോ അത് നിലനിർത്തി തരട്ടെ, പടച്ചോനെ നമുക്ക് തരട്ടെ. അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലാഹു മരണം വരെ നിലനിർത്തി തരട്ടെ. അതാണ് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെന്താ പറയുക, നമ്മൾ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അത് നമ്മളെങ്ങനെ അങ്ങനെ ചതിച്ച് അത് മുന്നോട്ട് കൊണ്ടുള്ളൂ. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ഒരിക്കലും ആഖിറത്തിനെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ഭയപ്പെടണം. അതുകൊണ്ട് ഒരസുഖം വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഒരു പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, പടച്ചവനോട് പ്രാർത്ഥിക്കും, പടച്ചവനോട് അടുക്കും. അപ്പോൾ സ്വാഭാവികമായും ബഹുഭൂരിപക്ഷം ആളുകളും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പം അള്ളാഹുവിലേക്ക് മടങ്ങി തന്നെയാണ് ചെയ്യുക, അള്ളാഹുവിനെ ആരാധിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഒരു അനുഗ്രഹം വരുമ്പോൾ നമ്മൾ മറന്നുപോകും. ഇപ്പോൾ നമുക്ക് നല്ല മെച്ചാണ്, നമ്മളെ കച്ചവടമൊക്കെ ഉഷാറാണ്, ബിസിനസ്സൊക്കെ ഉഷാറാണ്, നമ്മൾ കുറച്ചും കൂടി തിരക്കാണ്. എൻ്റെ അവസ്ഥ തന്നെ ഞാൻ പലപ്പോഴും ആലോചിക്കും. ഞാൻ MBBS കഴിഞ്ഞ് 3000 റുപ്യ സ്റ്റൈപ്പൻഡ് ഇട്ടി കാലുണ്ട് MBBSന്. പിന്നെ PG ചെയ്തപ്പം അത് 7000 റുപ്യയായി. പിന്നെ ഞാൻ ജോലിക്ക് കയറിയപ്പം അത് 1 ലക്ഷമായി. പിന്നെ അതങ്ങനെ കൂടി ഇപ്പോൾ വലിയ സംഖ്യ മാസം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ നോക്കുമ്പം നമ്മൾ പടച്ചോനായിട്ടുള്ള ബന്ധം അത് കുറച്ചും കൂടി മോശമായേക്കാണോ എന്ന് എനിക്കിടക്ക് തോന്നലുണ്ട്. അപ്പോൾ സഹോദരങ്ങൾ, നമ്മളെപ്പോഴും ആലോചിക്കേണ്ടെന്നോ, നിങ്ങൾ നന്നായിക്കണോ അല്ലേ, അതല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ഇപ്പോൾ ജയിക്കുകയാണോ തോൽക്കുകയാണോ, ജയിച്ചുകൊണ്ടിരിക്കുകയാണോ തോറ്റുകൊണ്ടിരിക്കുകയാണോ എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ വെച്ചാൽ, നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായിക്കണോ, ഒരു അസുഖമോ ഒരു പ്രയാസമോ സാമ്പത്തിക പ്രതിസന്ധി എന്തെങ്കിലും ഒരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിന് ബാധിച്ചോ, ആ പ്രതിസന്ധി കാരണം നിങ്ങളെ പ്രാർത്ഥനയും നിങ്ങളെ ഖുർആനോത്തും നിങ്ങളെ നിസ്കാരം ഒന്നുകൂടി നന്നായിക്കാണോ, നിങ്ങൾ കഴിച്ചിലായിക്കാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുത്തൊക്കെയാണോ, നിങ്ങൾ കുറച്ചും കൂടി നല്ല ആത്മാർത്ഥമായി തഹജ്ജുദ് നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നുകൂടി ഖുർആൻ ഓതുന്നുണ്ട്, പ്രാർത്ഥനകൾ രാവിലെയും വൈകുന്നേരമൊക്കെ ദിക്ർ ചൊല്ലുന്നുണ്ട്, ഒന്നുകൂടി പടച്ചോനേറ്റൊക്കെ അടുത്തൊക്കെയാണോ, ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു എന്നാണ്. അല്ല നിങ്ങളെ ദുനിയാവ് കൂടി, നിങ്ങൾ പഴയ പോലെ ജമാഅത്തിന് പള്ളി കാണില്ല, സുബൈക്ക് പലപ്പോഴും ഉറങ്ങിപ്പോവുകയാണ്. പണ്ടൊക്കെ മൂപ്പര് സുബൈൻ്റെ മുമ്പ് തന്നെ പള്ളിക്ക് വന്നിരുന്ന ആൾ ഇപ്പോൾ ദജ്ജാലിനെ പിടിച്ചാനാ വരിക. എന്താ ദജ്ജാലിനെ പിടിച്ചു പറഞ്ഞാൽ അത്തയ്യാത്തിന് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. മണ്ടി എന്നാണ്ട് മണ്ടി നിർവചകന് മണ്ടുണ്ട്. അപ്പോൾ എങ്ങോട്ട് വെച്ചു, ദജ്ജാലിനെ പിടിച്ചാനാണെന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ നിസ്കാരം ഏകദേശം അവസാനത്തെ റക്കഅത്തേക്ക് എത്തിക്കണ്, ജമാഅത്തിന് ആദ്യം മുന്നത്തെ സഫിൽ വന്നിരുന്ന ആൾ ഇപ്പോൾ ദജ്ജാലിനെ പിടിച്ചാനാണ് വരുന്നത്. അതേപോലെ എന്താണ് സ്വതക്കൊന്നും ഇല്ല, പണ്ടൊക്കെ ആരത്രയും ചോദിച്ചാലും കൊടുക്കും, കണക്കില്ലാതെ കൊടുത്തിരുന്നു. ഇപ്പം എല്ലാവർക്കും 10000 റുപ്യാണ്, ആര് വന്നാലും 10000, കുറേ വിചാരണ ചെയ്യുന്നിട്ട് 10000 റുപ്യ എടുക്കും. ഇപ്പോൾ പണ്ടത്തിനേക്കാൾ പൈസ ഉണ്ട്, വീടിൻ്റെ മുമ്പിൽ 4-5 വണ്ടി ഉണ്ട്. ഒരു വണ്ടിയുള്ള കാലത്ത് എത്രയും പൈസ കൊടുത്തിരുന്നു, ഇപ്പോൾ 4-5 വണ്ടിയായപ്പം കിട്ടണില്ല. ആൾക്കാർക്ക് പരാതിയാണ്, ഇപ്പോൾ പയ്യന്മാരും തരൂല, കുറേ ചോദ്യം കുറേ ചടപ്പിച്ചിട്ടൊക്കെ തരുള്ളൂ അല്ലെ. ചടപ്പിച്ച ചില ആൾക്കാർ പോവും, അവർ കുറേ ചടപ്പിച്ച് ചോദ്യം ചെയ്താൽ പിന്നെ ഞങ്ങൾ അവരോട് ചോദിക്കാൻ നിൽക്കില്ല എന്ന്. സഹോദരങ്ങളെ, പടച്ചോലിന് അകലെയാണ് നിസ്കാരം അല്ലേ. ജമാഅത്ത് നഷ്ടപ്പെടുക, ജമാഅത്തിൽ നിന്ന് പിന്മാറുക, ജമാഅത്തിൽ നിന്ന് പിന്തുക, റവാത്തിബ് സുന്നത്തുകൾ നഷ്ടപ്പെടുക. ആദ്യം ആദ്യം ഓതി എത്രപ്പോൾ ഖുർആൻ ഓതണില്ല, ആദ്യം സുന്നത്ത് നോമ്പെടുത്തത്രപ്പോൾ സുന്നത്ത് നോമ്പിടില്ല, ആദ്യം സ്വതക്ക കൊടുത്തത്രപ്പോൾ സ്വതക്ക കൊടുക്കണില്ല, ആദ്യം ദീനിൻ്റെ ആൾക്കാരോട് കാണുമ്പോൾ സ്നേഹിക്കുന്നു, ഊട്ടിപ്പിടിച്ച് അണഞ്ഞൂട്ടിപ്പിടിച്ച് ഉമ്മ ചെയ്യുന്നു. ഇപ്പോൾ താടിക്കാരെ കണ്ട അത്ര ഇഷ്ടമല്ല, ഇപ്പം അത്ര അണഞ്ഞൂട്ടി പിടിച്ചില്ല, ഇപ്പം എല്ലാവരോടും ഒരു വെറുപ്പാണ്. അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ, അതിൻ്റെ അർത്ഥം ദീനിൽ നിന്ന് അകന്നു പോവുകയാണ്, പടച്ചോനിൽ നിന്ന് അകന്നു പോവുകയാണ് എന്നാണ്. അതുകൊണ്ട് ഈ ദുനിയാവ് നല്ലീനല്ല, ഈ ദുനിയാവ് അപകടത്തിലേക്കാണ് പോണത് എന്നുള്ളതിൻ്റെ സൂചനയാണ്. അപ്പോൾ അതെങ്കിലും നമുക്ക് മനസ്സിലാകണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ കുണ്ടിൽ വന്ന് ചാടും. കാരണം എന്താ നമ്മൾ ഖബറിൽ കിടക്കാൻ പോവുകയാണ്. ഏത് നിമിഷം നമ്മൾ ഖബർക്ക് കയറും. ഈ ഇഷ ഇപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞ ഒരു ഇഷ ജമാഅത്ത് നടക്കാണ്ട്, അത് നിസ്കരിക്കുമെന്ന് പോലും നമുക്കാർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത്രയും നിസ്സഹായനാണ് നമ്മൾ. അതുകൊണ്ട് ഈ ഇഷ ഒരു കടമായിട്ട് ചിലപ്പോൾ നമുക്ക് നാളെ ഖബറിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഖബറിൽ ചെന്നാൽ അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ ഖബർസ്ഥാനം കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് സഹാബത്തിനേറ്റ് അല്ലേ. നമ്മളെ ഖബർസ്ഥാനിൽ നമ്മളിങ്ങനെ പോയി നോക്കിയാൽ കാണാം അല്ലേ. നമ്മളെ ഖബർസ്ഥാനിൽ പോകുമ്പോൾ എന്താണ്, ഒരു പുതിയ ഖബർ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. മണ്ണിനൊക്കെ ഒരു ചോപ്പ്, അവിടുത്തെ ചെടിയൊക്കെ ഒന്ന് മാറിക്കിടക്കുന്നുണ്ട്, അവിടെ കാൽപ്പെരുമാറ്റുണ്ട് അല്ലേ. ആ ഖബർ കണ്ടാൽ മനസ്സിലാവും ഇതൊരാഴ്ചൻ്റെ ഉള്ളിൽ വന്ന ഖബറാണ്, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വന്ന ഖബറാണ്, ഇതൊരു പുതിയ ഖബറാണ്, ഈ ഖബറിലൊരു പുതിയ ഖബറാളിയാണ് എന്ന് നമുക്ക് ഖബർസ്ഥാൻ കണ്ടാൽ മനസ്സിലാകും. അള്ളാഹിൻ്റെ റസൂൽ സഹാബികളുമായിട്ട് ഖബർസ്ഥാനിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു പുതിയ ഖബർ കണ്ടു, അള്ളാഹിൻ്റെ റസൂൽ അവിടെ നിന്നു.
അള്ളാൻ്റെ റസൂൽ അവിടെ നിന്നു. എന്നിട്ട് അള്ളാൻ്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അല്ലയോ സഹാബത്തെ, ഈ കബറാളി ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ വിഷയത്തിൽ ഈ കബറാളി ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു, അറിയില്ല പ്രവാചകരെ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞെടുക്കണം, ഈ കബറാളി ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ കബറാളി ഇപ്പോൾ ആഗ്രഹിക്കണം എന്താ വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ് എന്ന് ആ കബറാളി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ്. അത് കബർ കിടക്കുന്ന ആൾ തിരിച്ചറിഞ്ഞു, എന്ത്, ഈ ദുനിയാവിൽ ഏറ്റവും വലുത് എന്താണ്? 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ഫർളല്ല, സുന്നത്ത്. നമ്മൾ ഫാത്തിഹ മാത്രം ഓതിയിട്ട് സുബ്ഹാൻ റബ്ബിയൽ അലീം, സുബ്ഹാൻ റബ്ബിൽ അഅ്ലാ, ഖുലല്ലാഹു അഹദ് ഓടിച്ചു വിടുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ അയാൾ ആ കബറിൽ കിടക്കുന്നത്. ഒന്നും ചെയ്യാൻ അയാൾക്ക് ഇനി സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ല. അയാൾക്ക് സുന്നത്ത് നിസ്കരിക്കാനുള്ള ഓപ്ഷനല്ല. ആരോടാ പറയണത്? സഹാബത്തിനോടാണ്. ജീവിച്ചിരിക്കുന്ന സഹാബത്തിനോട് പറയാണ്, അല്ലയോ സഹാബത്തെ, ആ കബറാളി തിരിച്ചറിഞ്ഞ കാര്യം അതാണ് എന്ന് സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തത് എന്തിനാണ്? അവരുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കാനാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അത് എത്തിച്ചു കൊടുത്തത് എന്തിനാണ്? അത് മനസ്സിലാക്കാനാണ്, അതിൻ്റെ വില മനസ്സിലാക്കാനാണ്. ഈ ദുനിയാവിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന മുഴുവൻ സമ്പത്തിനേക്കാളും മുഴുവൻ വിഭവങ്ങളെക്കാളും പ്രധാനപ്പെട്ടത് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം ഖബറിൽ വരുന്നതാണ്. അന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ആര് നിസ്കരിച്ചാൽ നമുക്ക് വേണ്ടി ആര് നിസ്കരിച്ചിട്ട് കാര്യമില്ലെന്ന്. നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല. നമുക്ക് ആകെയുള്ളത് എന്താ ഞങ്ങൾ ചെയ്ത വല്ല ജാരിയായ സ്വതക്ക, പള്ളിക്ക് വല്ല ഖുർആൻ വാങ്ങി കൊടുത്തുകണമെങ്കിൽ, മദ്രസിന് വല്ലതും കൊടുത്തുകണമെങ്കിൽ, പള്ളിക്ക് വല്ലതും കൊടുത്തുകണമെങ്കിൽ, എവിടെയെങ്കിലും ആർക്കെങ്കിലും കിണർ കുത്തി കൊടുത്തുകണമെങ്കിൽ, ആർക്കെങ്കിലും പാവപ്പെട്ടവർ വീട് വെച്ച് കൊടുത്തുകണമെങ്കിൽ, എന്തെങ്കിലും ഒരു ജാരിയായ സ്വതക്ക നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി ഖബർക്ക് കിട്ടും. ആർക്കെങ്കിലും നല്ലൊരു അറിവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരമൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൂലി കിട്ടും. നമ്മളെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതും നമ്മളെ ഖബർക്ക് വരും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും നമ്മളെ ഖബർക്ക് വരില്ല. ലോക്കായി കിടക്കുകയാണ്. എത്ര കാലം? കിയാമത്ത് നാൾ വരെ, വിചാരണക്ക് ഹാജരാക്കപ്പെടുന്നത് വരെ ആ ഖബറിൽ ഇങ്ങനെ ലോക്കായിട്ട് കിടക്കേണ്ട ഒരവസ്ഥ ആലോചിച്ചാക്കിയാൽ മതി സഹോദരങ്ങളെ. അത്രയും ഭയാനകരമാണ്. അല്ലെങ്കിൽ അത്രയും നമ്മൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് നമ്മുടെ ജീവിതം എന്നത്. അതുകൊണ്ട് ദുനിയാവ് കാരണം ആഖിറത്ത് നഷ്ടപ്പെടും. കാരണം ദുനിയാവ് നശ്വരമാണ്. ഏത് നിമിഷവും ഇത് അവസാനിപ്പിച്ച് തിരിച്ചു പോകേണ്ടി വരും. ഈ സമ്പത്തൊന്നും മരിക്കണ സമയത്ത് നമുക്ക് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നേടിയതോ എല്ലാം നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ചിലത് നഷ്ടപ്പെടും, ചിലതൊന്നും നമുക്ക് ഉപകാരം ചെയ്യാത്ത ഒരു ലോകത്തേക്കാണ്. ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച്, ഇവിടെ എത്ര വലിയ പൈസ ഉണ്ടെങ്കിലും എത്ര വലിയ പദവി ഉണ്ടെങ്കിലും അതൊന്നും പ്രയോജനപ്പെടാത്ത വേറൊരു ലോകത്തേക്കാണ് നമ്മൾ പോണത്. അവിടെ വേറെ കാഴ്ചയാണ്, അവിടെ വേറെ കേൾവിയാണ്, അവിടെ വേറെ വിചാരണയാണ്. അവിടെ അള്ളാഹ്ക്ക് മാത്രമേ പവർ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവിടെ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഈ ദുനിയാവിൽ ആ ബോധത്തോടുകൂടി ആഖിറം യാഥാർത്ഥ്യമാണ്, റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും, പരലോകമുണ്ട് എന്ന യാഥാർത്ഥ്യ ബോധത്തോടുകൂടി തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ സെക്കൻഡും ബോധപൂർവം ജീവിച്ചാലേ സഹോദരങ്ങളെ അത് നേടിപ്പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകളും പരസ്പര ഓർമ്മപ്പെടുത്തലൊക്കെയാണ് ഈ വിജ്ഞാനവേദിയും ഈ സംഘടനയും പള്ളിയൊക്കെ അതിനുള്ളൊരു സൗകര്യമാണ്. അങ്ങനെ മനസ്സിലാക്കണ്ടേ? അല്ല ഇവിടെ നമ്മൾ പള്ളി ഉണ്ടാക്കിയപ്പോൾ സംഘടന വലുതാക്കാനല്ല. ഈ ദീന് പ്രവാചകൻ അള്ളാഹുവിൻ്റെ റസൂല് സഹാബത്തിന് എങ്ങനെയാണോ ഖുർആൻ ഓതി കൊടുത്തത്, എങ്ങനെയാണോ അവരെ ദീൻ പഠിപ്പിച്ചത്, എങ്ങനെയാണ് ആയത്ത് പഠിപ്പിച്ചു കൊടുത്തത്, അത് അതേമാതിരി ആ മൻഹജ് അനുസരിച്ച് ദീന് പഠിക്കാനും പഠിപ്പിക്കാനും പകർന്നു കൊടുക്കാനാണ് ഈ വിജ്ഞാനവേദി. ഈ വിജ്ഞാനവേദിയും ഐക്യം ഇതൊക്കെ അതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത് ഈ കൂട്ടായ്മ നിലനിൽക്കുക. ഇത് സത്യത്തിൻ്റെ ആളാണ്, അഹ്ലുൽ ഖുർആനാണ്, അഹ്ലുൽ ഹക്കാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മ അതിൻ്റെ ഉദ്ദേശം അത്ര മാത്രമേ ഉള്ളൂ, അള്ളാഹിൻ്റെ ദീന് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാനും പിന്നെ അത് ഒന്നിച്ച് നിൽക്കുമ്പം അത് പരസ്പരം പറയാനും ഷെയർ ചെയ്യാനും നമുക്ക് ജീവിതത്തിൽ പകർത്താനും ഒരു എളുപ്പമുണ്ടാവും. ഒറ്റയ്ക്ക് നിൽക്കുന്നതിനാണ് പിശാച് പിടിക്കുക. അതിനുള്ളൊരു അവസരമാണ്. അതുകൊണ്ട് ഇതിലൊക്കെ നമുക്ക് ഒരു ഷെയർ. ഈ പള്ളിയുടെ ഏത് കാര്യമാണെങ്കിലും ഈ മദ്രസൻ്റെ കാര്യമാണെങ്കിലും നാളെ എൻ്റെ ഖബർക്ക് എന്താണ് എനിക്ക് നേടാൻ പറ്റും? ഒരു സുഹൃത്തൊരിക്കൽ വിളിച്ചിട്ട് ചോദിച്ചെന്താ, എൻ്റെ അടുത്ത് 40 ലക്ഷം ഉറുപ്പ്യുണ്ട്, 40 ലക്ഷം ഉറുപ്പ്യുണ്ട്, നിങ്ങൾ നല്ലൊരു പ്രൊജക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, അപ്പോൾ പള്ളി പറ്റുവെച്ചു? പള്ളി പറ്റൂല. കാരണം പള്ളി മൂപ്പരൊന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പള്ളിയല്ലാത്ത എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് നിങ്ങൾ, അതായത് നല്ല ദീർഘകാലം നിലനിൽക്കാൻ സാധ്യതയുള്ള ജനങ്ങൾക്ക് ദീന് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പ്രൊജക്റ്റ് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ 40 ലക്ഷം തരുന്നതാണ്. എടുത്ത് മാറ്റി വെച്ചേക്കാണ് അയാൾ.
എന്തിനാ സഹോദരങ്ങളെ? അതൊരു ബോധമാണ്. മരണത്തിന് ശേഷം എൻ്റെ ഖബർക്ക് എന്തെങ്കിലും വേണമെന്നുള്ളൊരു ബോധമാണ്. ആ ബോധമാണ് സഹോദരങ്ങളെ നമ്മൾ ദീനിനെ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മളെ ദുനിയാവ്, നമ്മൾ ദീന് ദുനിയാവായി മാറാൻ പാടില്ല. അതുകൊണ്ട് ആ ഒരു ബോധം ഉണ്ടാക്കാനുള്ള മാർഗം എന്താണ്? ഈ ഖുർആനും ഈ ഹദീസ് തന്നെയാണ്, ഈ വഹി തന്നെയാണ്. ആ വഹിയാണ് അറബികളെ മാറ്റിയത്, ആ കാട്ടറബികളെ മാറ്റിയത് ഖുർആനും ഹദീസുമായ ആ വഹിയാണ്. ആ വഹി കൊണ്ട് മാത്രമേ ലോകത്തെ ഏതൊരാൾക്കും മാറാൻ പറ്റുള്ളൂ എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത്. അതുകൊണ്ട് ആ വഹി ഇത്ര കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ ഖുർആനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസായിട്ട് 1400 വർഷമായിട്ട് അതിങ്ങനെ ജീവസുറ്റ് നമ്മളെ മുമ്പിൽ നിൽക്കുകയാണ്. പണ്ഡിതന്മാർ തലമുറകളായി, ഇസ്ലാമിക പണ്ഡിതന്മാർ അതിൻ്റെ ആ തലമുറകളിലൂടെ കൈമാറി വന്നിട്ട് ഇന്നും ലൈലുഹാ കനഹാരിഹാ, അതിൻ്റെ രാത്രി പകൽ പോലെ വെളിച്ചമുള്ളതാണ്. ഒരു ഇരുട്ടില്ല, ഒരു അവ്യക്തതല്ല. എന്താ നബിദിനത്തിന് എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അള്ളാന്റെ റസൂൽ ആചരിച്ചിട്ടില്ല, സഹാബത്ത് ആചരിച്ചിട്ടില്ല, ഖുലഫാ ഉർ റാഷിദുകൾ ആചരിച്ചിട്ടില്ല. ഇസ്ലാമിന് അതിൽ യാതൊരു ചര്യയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല എന്നുള്ള അതന്നെ അത്രയും കൃത്യമായ ദീനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും 1400 വർഷമായിട്ട് നമ്മളെ മുമ്പിൽ നിലനിർത്തിക്കണം. അതുകൊണ്ട് അതറിയുക, പഠിക്കുക, മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക. അതിൽ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവും. നമ്മളെ ആൾക്കാർ കളിയാക്കും അല്ലേ? നമ്മൾ ഹിജാബ് ഇട്ടിട്ട് ഒരു പെൺകുട്ടി, മക്കനിട്ടൊരു പെൺകുട്ടി സ്കൂളിലേക്ക് വരണമെന്ന് നിർബന്ധം പിടിക്കുക അല്ലേ? നിങ്ങൾ ആലോചിക്കുക, എന്താണ് അതിൽ വർഗീയത ഉള്ളത് അല്ലേ? നിങ്ങൾ വളരെ സാധാരണ ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഒരു മുസ്ലിം പെൺകുട്ടി പറയാണ് ഞാൻ തട്ടിട്ടിട്ടേ സ്കൂൾക്ക് വരുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് പറയാണ് തട്ടിട്ടിട്ട് ഈ സ്കൂൾക്ക് വരാൻ പാടില്ല എന്ന്. അതിലേതാ വർഗീയത? അതിലേതാണ് വർഗീയത? അതുപോലും തലതിരിച്ച് ആളുകൾ മനസ്സിലാക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടുകളിലേക്ക് നാം എത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ മാർഗം സഹോദരങ്ങളെ? ദീന് മുറുകെ പിടിക്കണം എന്നാണ്. ദീന് മുറുകെ, അതിലൊരു നഷ്ടം വരില്ല. കാരണം അവസാന കാലം വരുമ്പോൾ ദീന് പിടിക്കുക എന്നുള്ളത് ഉള്ളം കയ്യിൽ തീക്കനൽ പിടിക്കണ പോലെ ഇരിക്കുന്നതാണ്. അത്രയും പ്രയാസം ഉണ്ടാവുന്നതാണ്. അന്ന് മംഗളം, അന്ന് അള്ളാന്റെ റസൂൽ പറയാണ്, അന്ന് ഒരാൾക്ക് 50 ആളുടെ പ്രതിഫലം ഉണ്ടാകും സഹാബത്തെ എന്ന് സഹാബികളോട് അള്ളാന്റെ റസൂൽ പറയാണ്. നിങ്ങളാഴ്ചക്ക് അവസാന കാലത്ത്, ഫിത്നയുടെ കാലത്ത് ദീന് മുറുകെ പിടിക്കണമെങ്കിൽ നല്ല പ്രയാസമുള്ളൊരു കാലം വരും. അന്ന് ദീന് മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് 50 ആളുകളുടെ പ്രതിഫലമുണ്ട് എന്ന് അള്ളാന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞപ്പം സഹാബത്ത് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ നിങ്ങൾ ഞങ്ങളിൽപ്പെട്ട 50 ആണോ അവരിൽപ്പെട്ട 50 ആണോ എന്ന്? അള്ളാന്റെ റസൂൽ കൊടുത്ത മറുപടി എന്താ പറയുക? നിങ്ങളിൽപ്പെട്ട 50 ആൾ എന്നാണ്. നിങ്ങളിൽപ്പെട്ട 50 ആൾ. 50 സഹാബികളുടെ പ്രതിഫലമാണ് ഒരു വിശ്വാസിക്ക് ഫിത്നയുടെ കാലത്ത് ദീന് മുറുകെ പിടിച്ചാൽ കിട്ടാൻ പോണ്. അതുകൊണ്ട് ദീൻ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം, അത് പ്രബോധനം ചെയ്യണം, അത് പറയേണ്ടിടത്ത് പറയണം അല്ലേ? അത് പറയാം, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ അല്ലേ? സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും, പ്രഖ്യാപിക്കേണ്ടിടത്ത് തൊള്ള കൊണ്ട് പറയേണ്ടിടത്ത്, എഴുതേണ്ടിടത്ത്, ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട സ്ഥലത്ത് ജീവിച്ച് കാണിച്ചു കൊടുത്ത് അവനേക്കാൾ നല്ലവൻ ആരുണ്ട് എന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, ഈ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പം അതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് വേറെ ആരുതാണ് സഹോദരങ്ങളെ? അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കാട്ടി പേടിപ്പിച്ചാലൊന്നും പേടിക്കുന്നവനല്ല സത്യവിശ്വാസി. ഇത് അള്ളാഹുവിൻ്റെ ഭൂമിയാണ്, ഇത് അള്ളാഹുവിൻ്റെ ലോകമാണ്. ഈ ആലമുകളുടെയും സർവ്വലോക രക്ഷിതാവ് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് ജീവിതത്തിൽ എത്രയോ നേരം പ്രഖ്യാപിക്കുന്നവനാണ് ഒരു വിശ്വാസി. അതുകൊണ്ട് ദീന് പഠിക്കണം, മനസ്സിലാക്കണം, അത് പ്രബോധനം ചെയ്യണം, അത് കുട്ടികൾക്കും മക്കൾക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്ത് അത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക. അതിനുള്ള സൗകര്യമാണ് ഇതൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതിലുണ്ടാകുന്ന വിഷമങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഈ പ്രബോധനം മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.